ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രാമ കണ്ടാലോ? ഈ സ്റ്റോറിക്ക് ആവട്ടെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി ലൈനാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ഇപ്പോൾ നമുക്ക് ഡ്രാമയിലേക്ക് പോകാം. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവളുടെ വോയിസ് ഓവർ ആണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ജീവിതം വളരെ വ്യത്യസ്തമായിരുന്നു. എന്നാൽ ഇവനെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഇത്രത്തോളം മാറ്റം ഉണ്ടായേ എന്ന് അവൾ പറയുന്നിടത്ത് നിന്ന് തന്നെ ഹീറോയിൻ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു കുട്ടി ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഹീറോയിൻ ഒരു ചെറിയ വില്ലേജിൽ അവളുടെ പേരൻസിനോടൊപ്പമാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവളങ്ങനെ അവളുടെ മുത്തശ്ശന് ആദരവർപ്പിക്കാൻ പോകുന്ന സമയത്ത് മുത്തശ്ശന്റെ തൊട്ടിപ്പുറമുള്ള കല്ലറകളിൽ കളകൾ പിടിച്ചു കിടക്കുന്നത് കണ്ടിട്ട് അത് ആരുടെ കല്ലറയാണെന്ന് അവൾ പേരൻസിനോട് അന്വേഷിക്കുകയും ചെയ്യുന്നു. അച്ഛൻ ഈ സമയം അവളോട് പറയുന്നുണ്ട് അവരുടെ അയൽവാസിയുടെ കല്ലറകളാണ് അതെന്നും അവരുടെ കുടുംബത്തില് 4 അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നും അതില് മൂത്ത മകൻ മാത്രമേ ഇപ്പോൾ ജീവനോടെ ഉള്ളൂ എന്നും അച്ഛനമ്മമാരുടെയും സഹോദരന്റെയും മരണശേഷം ആ യുവാവ് പിന്നീട് നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഈ കല്ലറകൾ ഇങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കുന്നതെന്നും അച്ഛൻ പറയുന്നുണ്ട്. ഉടനടി തന്നെ അവൾ ആ കല്ലറകൾ മുഴുവൻ വൃത്തിയാക്കിയതിനു ശേഷം അവളുടെ ആദരവ് അറിയിക്കുന്നുണ്ട്. ഈ സമയം തന്നെ ഹീറോയിന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. അവളുടെ അധ്യാപികയാണ് വിളിക്കുന്നത്. അധ്യാപിക അവളോട് പറയുന്നുണ്ട് നിനക്കൊരു ജോലി റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ നീ എൻ്റെ അടുത്തേക്ക് വായെന്ന്. അതിനുശേഷം അവർ കോള് കട്ട് ചെയ്യുന്നുണ്ട്. കോള് കട്ട് ചെയ്ത് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴവിടെ അവളുടെ അമ്മ ഒരു പെൻഡന്റ് ആ തീയിലേക്ക് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അയൽവാസികളായ ചെൻ ഫാമിലിയുടെ പെൻഡന്റ് ആണിത്. അവരുടെ അവശേഷിപ്പുകളായിട്ട് ഇത് മാത്രമേ ബാക്കിയുള്ളൂ. അവരോടുള്ള ആദരവിന് വേണ്ടി ഇതും കൂടി കത്തിച്ചു കളഞ്ഞേക്കാമെന്ന്. ഈ പെൻഡന്റ് വളരെ ഭംഗിയുണ്ട്, ഇത് കത്തിച്ചു കളഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് പറഞ്ഞ് അവൾ ആ പെൻഡന്റ് അവളുടെ അമ്മയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് അവളുടെ ബാഗിലേക്ക് ഹാങ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ അധ്യാപികയെ മീറ്റ് ചെയ്യാനായി ഹോട്ടലിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ഹീറോ അവിടെ എത്തുകയും അവളുടെ ബാഗിൽ ഹാങ് ചെയ്തിരിക്കുന്ന പെൻഡന്റ് അവൻ കാണാനിടയാവുകയും ചെയ്യുന്നു. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് അവളുടെ പിന്നാലെ പോകാൻ സാധിച്ചിരുന്നില്ല. അവൾ നേരെ പ്രൈവറ്റ് റൂമിലുള്ള അവളുടെ അധ്യാപികയെ ചെന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. നിനക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ തരപ്പെടുത്തിയിട്ടുണ്ട്. ടെൻ ഫാമിലിയിലെ മിസ്റ്റർ ഷെന്നിന്റെ കമ്പനിയിലാണ് നിനക്ക് ഞാൻ ജോലി ഏർപ്പാടാക്കാമെന്ന് വിചാരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ തന്നെ ഇവിടെ വരും, നീ അദ്ദേഹത്തിന് ഇൻട്രോ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞതിന് ശേഷം ഹീറോ ആ പ്രൈവറ്റ് റൂമിലേക്ക് വരുന്നുണ്ട്. ഹീറോയിന്റെ ബാഗിൽ ഹാങ് ചെയ്തിരിക്കുന്ന പെൻഡന്റിലായിരുന്നു അവന്റെ കണ്ണ് മുഴുവൻ. ഹീറോയ്ക്ക് ആ പെൻഡന്റുമായി എന്തോ നല്ലൊരു കണക്ഷൻ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ കുറിച്ച് ഹീറോ എടുത്ത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ പെൻഡന്റ് വളരെ നന്നായിട്ടുണ്ടല്ലോ എന്ന്. ഇതെന്റെ ഹോം ടൗണിൽ നിന്നുള്ള പെൻഡന്റ് ആണെന്നും ഇതെന്റെ അമ്മ എനിക്ക് നൽകിയതാണെന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് തന്നെ അവിടേക്ക് ഇരിക്കുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോൾ എന്താണ് ചെയ്യുന്നതെന്ന് ഹീറോ അന്വേഷിക്കുമ്പോൾ അവള് പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ജോലിക്കായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. അവളും അവളുടെ മറ്റു ക്വാളിഫിക്കേഷനെ പറ്റിയും എല്ലാ കാര്യങ്ങളെയും പറ്റിയും ഹീറോ എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ മുഖത്തൊരു പാടുണ്ടല്ലോ, അതെങ്ങനെ സംഭവിച്ചതാണെന്ന്. ഇയാളത് എന്തൊക്കെ കാര്യങ്ങളായി ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ അവൾ പറയുന്നുണ്ട് ചെറുപ്പകാലത്ത് തന്നെ ഒരു നായ കടിച്ചുവെന്നും അയൽവാസിയായ ഒരു പയ്യനാണ് തന്നെ രക്ഷയെന്നും അവൾ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ അവനൊരു ഫ്ലാഷ് ബാക്ക് ഓർമ്മ വരുന്നുണ്ട്. ചെറുപ്പകാലത്ത് അവളെ നായ കടിച്ചപ്പോൾ അവനാണ് അവളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത്. അവൾ അവിടെ ഇരിക്കുന്ന ഫുഡെല്ലാം നന്നായി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. വളരെ ലക്ഷറി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആയിരുന്നു അതൊക്കെ. ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ വന്ന കാര്യം പോലും അവൾ മറന്നു പോകുന്നുണ്ട്. ഇതേ സമയം അവളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ അവളുടെ പ്രൊഫസർ ഹീറോ എടുത്ത് പറയുന്നുണ്ട് ഇവളുടെ പേര് മാൻ എന്നാണ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. നിങ്ങളുടെ കമ്പനിയിൽ അവൾക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ജോബ് റെഡിയാക്കി കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരി, ഓക്കെ, നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതിയാവുമെന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ അസിസ്റ്റന്റ് അയാളുടെ ഫോണുമായി QR കോഡ് സ്കാൻ ചെയ്യാനായി, അതായത് WeChat ID ആഡ് ചെയ്യാനായി പോകുന്നുണ്ടെങ്കിലും ഹീറോ പറയുന്നുണ്ട് എന്റെ ഫോണിൽ ആഡ് ചെയ്താൽ മതിയെന്ന്. ഇത് കേട്ടപ്പോൾ അസിസ്റ്റന്റ് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇതിനു മുമ്പ് ഒരിക്കലും ഹീറോ ഇതുപോലെ പെരുമാറിയിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് അതിശയത്തോടെ തന്നെ അയാള് ഹീറോയുടെ ഫോണിലേക്ക് ഹീറോയിന്റെ കോൺടാക്ട് വിവരങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന്റെ പ്രൊഫസറും അധ്യാപികയെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവരിരുവരും ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അവരവിടെ നിന്ന് പോയതിനു ശേഷം ഹീറോയിൻ എങ്ങനെയാണ് പോകുന്നതെന്ന് ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. തന്റെ വീട് അവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാവുന്നതേ ഉള്ളൂ എന്ന് അവൾ പറയുന്നുണ്ട്. എന്നാൽ നന്നായി സ്നോ വീഴുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ തനിച്ചു വിടാൻ അവന്റെ മനസ്സ് അനുവദിച്ചിരുന്നില്ല. എന്നിരുന്നാലും ഒരു കൊട അസിസ്റ്റന്റായി കൊടുത്തിട്ട് അത് അവളെ ഏൽപ്പിക്കാനായി അവൻ പറയുന്നുണ്ട്. വളരെ നന്ദിയുണ്ടെന്ന് പറഞ്ഞ് ഹീറോയിൻ ആ കൊടയുമായി അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും അവളെ തനിച്ചു വിടാൻ അവന് തീരെ മനസ്സുണ്ടായിരുന്നില്ല. അവളുടെ പിന്നാലെ തന്നെ ഹീറോ ആ കാറ് പതുക്കെ കൊണ്ടുപോകാനായി അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അവള് സുരക്ഷിതമായി അവളുടെ വീട്ടിലേക്ക് പോകുന്നത് കണ്ടിട്ട് മാത്രമാണ് ഹീറോ അവിടുന്ന് തിരിച്ച് അവന്റെ ഫ്ലാറ്റിലേക്ക് പോയത്. അവളുടെ കോണ്ടാക്ട് വിവരങ്ങൾ ആഡ് ചെയ്തിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു വെച്ച് അവൻ നോക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവള് മുത്തശ്ശന്റെ കല്ലറയിൽ പോയിരുന്നല്ലോ, അതുപോലെ അവന്റെ അച്ഛനമ്മമാരുടെ കല്ലറയിലും ആദരവർപ്പിച്ചല്ലോ.
ഫോട്ടോസൊക്കെ അവൻ കാണുന്നുണ്ടായിരുന്നു. അവൻ മനസ്സിലോർക്കുന്നുണ്ട്, ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഞാനിപ്പോൾ നിന്നെ കാണുന്നേ എന്നൊക്കെ. ഹീറോയിൻ അവളുടെ റൂമിലെത്തിയതിനു ശേഷം അവളുടെ ബോയ് ഫ്രണ്ട് അവളെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യുകയാണെന്ന്. ഒന്നുമില്ല, ഞാൻ ഇപ്പോഴാണ് ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നേയെന്നും ഷാൻഹായിലുള്ള ഒരു കമ്പനിയിൽ തന്നെയാണ് എനിക്കും ജോലി റെഡി ആയിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ടും ഷാൻഹായിലാണ് വർക്ക് ചെയ്യുന്നത്. അവനെ കാണാനും അവനോട് സംസാരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അവൾ അവിടേക്ക് തന്നെ ജോലി തരപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചത്. ഹീറോയുടെ കമ്പനി ഷാൻഹായിലാണ്, അതുകൊണ്ടാണ് അവൾ അവിടേക്ക് തന്നെ ജോലിക്ക് പോവാമെന്ന് തീരുമാനിച്ച് ഹീറോയ്ക്ക് ഇന്റർവ്യൂ നൽകിയത്. ഉടനടി തന്നെ നമുക്ക് മീറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ ബോയ് ഫ്രണ്ട് കോള് വെക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിൻ ഉറങ്ങാനായി കിടക്കുന്നു. അപ്പോഴാണ് അവൾക്ക് ഹീറോയുടെ മെസ്സേജ് ലഭിക്കുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണം, ഇന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഹീറോയിൻ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. പിന്നീട് അവൾക്ക് ഉറക്കമൊന്നും വന്നില്ല. വേഗം തന്നെ എഴുന്നേറ്റ് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട്. നേരം വെളുത്തു വരുന്നതേ ഉള്ളായിരുന്നു. ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് വലിയൊരു ഹോട്ടൽ തന്നെ അവളെ മീറ്റ് ചെയ്യാനായി ബുക്ക് ചെയ്തിരുന്നു. ഹീറോയിനും അവിടെയൊക്കെ കാണുമ്പോൾ വല്ലാതെ അതിശയം തോന്നുന്നുണ്ട്. കാരണം അത്രയും ലക്ഷറി ആയിട്ടുള്ള ഒരു ഹോട്ടൽ അവളും ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തിനാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത്, എന്തെങ്കിലും ഇന്റർവ്യൂ ഉണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അതെ, ഇന്റർവ്യൂവിനാണ് വിളിച്ചതെന്ന് അവനും പറയുന്നു. തന്നെ ഇന്റർവ്യൂ ചെയ്യാൻ ഇവിടെ മറ്റാരെയും കാണുന്നില്ലല്ലോ എന്ന് അവളെ തിരിച്ചു ചോദിക്കുന്നുണ്ട്. വേറെ ആരും തന്നെ ഇല്ല, ഞാൻ തന്നെയാണ് നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നേ എന്നും ഹീറോ പറയുന്നു. അതിനുശേഷം ഹീറോ അവിടെ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഓർഡർ ചെയ്തോളാൻ പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. കാരണം അവിടെയുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം വളരെ കോസ്റ്റ്ലി ആയിരുന്നു. ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്ത് ഹീറോയെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിഷാണ് അവൾ പറഞ്ഞത്. പക്ഷേ ഹീറോ ആവട്ടെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്. അത് ഹീറോയിന് വളരെ ഇഷ്ടവുമായിരുന്നു. അവളും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. തനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ അവനിങ്ങനെ തിരഞ്ഞു ഓരോന്നായി എടുത്തു വെക്കുന്നത് കണ്ടിട്ട് ഹീറോയിനാവട്ടെ അതിൽ നിന്നൊരു സൂപ്പ് എടുത്ത് കുടിക്കുന്നുണ്ട്. അത് അവൾക്ക് വളരെ ഇഷ്ടമാവുന്നുമുണ്ട്. അവനെ പോലും നോക്കാതെ പിന്നീട് ഒന്നും ചോദിക്കാതെ തന്നെ അവളത് മുഴുവൻ കുടിച്ചു തീർക്കുന്നുണ്ട്. സൂപ്പ് നിനക്ക് ഇഷ്ടമായോ എന്ന് ചോദിച്ചു ഹീറോ വീണ്ടും അവൾക്ക് സൂപ്പ് എടുത്തു കൊടുക്കുന്നുണ്ട്. അവനങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ ഹീറോയിനൊരു ചമ്മല് തോന്നുന്നുണ്ട്. ഇങ്ങനെ ആർത്തിയോടെ കഴിക്കണ്ടായിരുന്നു എന്ന് ഓർത്തിട്ട് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഞാനാണ്, എന്റെ ഓഫീസിലേക്ക് നീ വരണമെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിൻ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. ഓഫീസിലേക്കോ എന്ന് അവൾ അതിശയത്തോടെ ചോദിക്കുമ്പോൾ അതെ, എന്റെ ഓഫീസിലേക്ക് നീ വരണം, എന്റെ അസിസ്റ്റന്റ് ആയിട്ടായിരിക്കും നീ ഇനി വർക്ക് ചെയ്യാൻ പോകുന്നേ എന്നും പറയുന്നുണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ അവൾക്ക് സന്തോഷം അടക്കാനായില്ല. മന്ത്ലി എത്ര രൂപയാണ് സാലറി തരാൻ പോകുന്നേ എന്നും അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയി വൈകിട്ട് പറയാം എന്നവൻ പറയുന്നുണ്ട്. അവള് വളരെ ഹാപ്പി ആണെങ്കിലും സാലറിയുടെ കാര്യമോ എന്നാണ് ഇനി വരണ്ടേയെന്നോ അങ്ങനെയുള്ള ഡീറ്റെയിൽസിനെ പറ്റിയൊന്നും അവൻ പറയാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ചെറിയൊരു വിഷമം ഉള്ളിലുണ്ടായിരുന്നു. ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ട് സാലറി എത്ര രൂപയാണ് മന്ത്ലി എക്സ്പെക്ട് ചെയ്യുന്നതെന്ന്. മന്ത്ലി സാലറി 15,000 മാത്രം മതിയാവും, ഷെൻഹായിൽ തന്നെ ജോലി വേണമെന്ന് അവൾ പറയുമ്പോൾ അതെന്തിനാ ഷെൻഹായിൽ തന്നെ ജോലി വേണമെന്ന് ഇത്ര നിർബന്ധമെന്ന്, അത് എന്റെ ബോയ് ഫ്രണ്ട് അവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവൾ അവന്റെ അടുത്ത് പറയുന്നുണ്ട്. അവള് വീട്ടിലെത്തി ജോലിയുടെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളുടെ അമ്മ വിളിക്കുന്നുണ്ട്. എന്തു പറ്റി നിനക്ക്, ഈ ഒരു ജോലി കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, മറ്റെന്തെങ്കിലും നോക്കാമെന്ന് അവളുടെ അമ്മ അവളോട് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അവളും പറയുന്നുണ്ട് 15,000 ശമ്പളമായി ലഭിച്ചിരുന്നെങ്കിൽ ഞാനും ഷെൻഹായിലേക്ക് പോയി സെറ്റിലായേനെ എന്ന്. പക്ഷേ എന്തൊക്കെ ശ്രമിച്ചിട്ടും അതിന് സാധിക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയുടെ അടുത്ത് നമുക്ക് ജോലി ലഭിച്ചു എന്നുള്ള മെസ്സേജ് അയക്കുന്നുണ്ട്. ഉടനടി തന്നെ അവളെ ഹീറോയ്ക്കും നന്ദി അറിയിച്ചുകൊണ്ട് മെസ്സേജ് തിരിച്ചയക്കുന്നുണ്ട്. എന്തായാലും ജോലി ലഭിച്ചല്ലോ എന്ന് ഓർത്ത് അവൾ വളരെ സന്തോഷപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിനെ പിക്കാനായിട്ട് ഹീറോ തന്നെ അവിടേക്ക് വരുന്നുണ്ട്. അസിസ്റ്റന്റ് ആവട്ടെ അവൾക്ക് കാറിന്റെ ഡോർ വരെ തുറന്നു കൊടുക്കുന്നുണ്ട്. അതൊക്കെ അവളിൽ വല്ലാത്ത അമ്പരപ്പ് ഉണർത്തുന്നുണ്ട്. താൻ ഇതിലേക്ക് കയറണമോ എന്ന് തന്നെ അവൾ സംശയത്തോട് അസിസ്റ്റന്റിനോട് ചോദിക്കുമ്പോൾ അത് തന്നെ വേണമെന്ന് അസിസ്റ്റന്റ് അവളോട് പറയുന്നുണ്ട്. അവള് മടിച്ചാണ് നിന്നത്. കാരണം അവളെ പോലെ ഒരു വ്യക്തിക്ക്, അതും അയാളുടെ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരിയായ തനിക്ക് ഈ ഒരു കാറിൽ കയറാനുള്ള അർഹതയുണ്ടോ എന്നൊരു ചിന്ത അവളുടെ ഉള്ളിൽ കയറിക്കൂടിയിരുന്നു. അവളെ കാണാനായിട്ട് തന്നെയാണ് ഹീറോ അവിടെ എത്തിയതെങ്കിലും തനിക്ക് ഇവിടെ അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കാൻ വന്നതാണെന്നും ഹീറോ അവളെടുത്ത് കള്ളം പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള ഹോട്ടൽ മുറികളിലൊന്നും താമസിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഹീറോ അവളെ വലിയൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. കമ്പനി വക എംപ്ലോയീസിന്റെ ഹൗസ് ആണെന്നും പറഞ്ഞാണ് അവളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെയൊക്കെ കണ്ട് അവളാവട്ടെ ഇത്രയും വിലപിടിപ്പുള്ള വീടുകളൊക്കെ എംപ്ലോയീസിന് വേണ്ടി നൽകുമോ എന്ന അതിശയം അവൾക്ക് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ ചുറ്റി നടന്ന് കണ്ടപ്പോൾ ആ വീട് വല്ലാതെ അവൾക്ക് ഇഷ്ടമാകുന്നുണ്ട്. അത് കമ്പനി വക ഹൗസ് ഒന്നും അല്ലാതെ ഹീറോയുടെ തന്നെ വീടായിരുന്നു. ഇവിടെയാണോ ഞാനിനി താമസിക്കാൻ പോകുന്നതെന്ന് അവൾ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. അതെ, നീ ഇവിടെ തന്നെയാണ് ഇനി മുതൽ താമസിക്കാൻ പോകുന്നത്, നാളെ മുതൽ നിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഓഫീസിലേക്ക് വന്ന് ജോയിൻ ചെയ്തോളാനും ഹീറോ പറയുന്നുണ്ട്. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണോ താമസിക്കാൻ പോകുന്നേ എന്ന് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതെ, ഒറ്റയ്ക്ക് തന്നെയാണ് നീ ഇവിടെ താമസിക്കേണ്ടത്, എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹീറോയിന്റെ അടുത്ത് അവൻ ചോദിക്കുമ്പോൾ ഇല്ലില്ല, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല,
ഇന്ന് അവള് ഹീറോ എടുത്ത് പറയുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് താമസിക്കുന്നതിൽ വല്ലാത്തൊരു നെഗറ്റീവ് ഫീൽ തന്നെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. അത്രയും വലിയൊരു വീടല്ലേ ഇത്. അതിനുശേഷം അവളുടെ സാധനങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കാനായി അവളുടെ മുറി എവിടെയാണെന്ന് അവള് ചോദിക്കുന്നുണ്ട്. അതിന് ഹീറോ ആവട്ടെ ഇവിടെയുള്ളതെല്ലാം അവളുടെ മുറികളാണെന്നും പറയുന്നു. ഉടനടി തന്നെ ബാഗിൽ നിന്ന് ചെറിയ ചെറിയ ചട്ടികളിലുള്ള പ്ലാന്റ്സ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഞാനിതൊക്കെ ഇവിടെ വെച്ചോട്ടെ, എനിക്കതിനുള്ള പെർമിഷൻ ഉണ്ടോ എന്ന് ഹീറോ അടുത്ത് അവള് ചോദിക്കുന്നുണ്ട്. ഹീറോ അതിന് ഓക്കെ പറയുന്നുണ്ട്. എനിക്കിതുപോലെയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് വളരെ ഇഷ്ടമാണ്, അതിനെന്നെ തെറ്റിദ്ധരിക്കരുതെന്ന് അവള് പറയുമ്പോൾ അതൊക്കെ ഓക്കെ, നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, നേരത്തെ തന്നെ എത്തിക്കണോ എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല ഇവിടേക്ക് ഇപ്പോഴും ആളുകളെ ഒന്നും വിളിച്ചു വരുത്തരുതെന്നും പ്രത്യേകിച്ച് നിന്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തരുതെന്നും ഹീറോ പറയുന്നുണ്ട്. അവൾ അതിനും ഓക്കെ പറയുന്നുണ്ട്. അസിസ്റ്റന്റ് ആവട്ടെ അവളുടെ ഫിംഗർ പ്രിന്റ് ആവശ്യപ്പെടുന്നുണ്ട്. അതെന്തിനാന്ന് അവൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇനി മുതൽ ഇവിടെയല്ലേ താമസിക്കാൻ പോകുന്നത്, ഡോറ് ഓപ്പൺ ചെയ്യാനുള്ള സെക്യൂരിറ്റിക്കായിട്ട് നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് ആവശ്യമാണ്, മറ്റാരുടെ ഫിംഗർ പ്രിന്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോയുടെ ഫിംഗർ പ്രിന്റ് ആണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്നും അതുമാത്രമല്ല ഹീറോയുടെ നല്ല രീതിയിൽ പെരുമാറണമെന്നും അദ്ദേഹത്തോട് മോശമായി പെരുമാറരുതെന്നും അസിസ്റ്റന്റ് അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇല്ലില്ല, ഞാൻ അദ്ദേഹത്തോട് നല്ല രീതിയിൽ തന്നെ പെരുമാറൂ എന്നും അവളും പറയുന്നു. പിന്നീട് ഹീറോ ആവട്ടെ ഒരു മോഡലിനെ മീറ്റ് ചെയ്യാനായി പോകുന്നുണ്ട്. ആ മോഡൽ ആവട്ടെ എപ്പോഴും ഹീറോയെ ചുറ്റിപ്പറ്റി നടക്കുകയായിരുന്നു. ഹീറോയെ എങ്ങനെയും കറക്റ്റ് ചെയ്യണമെന്നായിരുന്നു അവളുടെ ഉദ്ദേശം. അവന് വേണ്ടി വിലപിടിപ്പുള്ള ഒരു ഗിഫ്റ്റുമായിട്ടാണ് അവൾ അവിടെ എത്തിയിരിക്കുന്നത്. അവനാണെങ്കിൽ തീരെ അവളെ ഇഷ്ടവുമല്ല. നമ്മൾ തമ്മിലുള്ള കോപ്പറേഷനൊക്കെ എപ്പോഴും കഴിഞ്ഞാണ്, എനിക്ക് നീ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ചുകൊണ്ട് തരുന്നത് തീരെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ എംപ്ലോയി എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടം തന്നെയാണ്, ഞാൻ നിന്നെ പിരിച്ചുവിടുന്നിടം വരെ നീ എൻ്റെ എംപ്ലോയി തന്നെയാണ്, എല്ലാവരുമായി മീറ്റ് ചെയ്യുന്നതൊക്കെ ഓക്കെ, ഇതുപോലെ തിരിച്ചു കാണുന്നതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് ഹീറോ ആവട്ടെ അവന്റെ വീട്ടിലേക്കാണ് വരുന്നത്. അവൻ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അവന്റെ ചെറുപ്പകാലത്തിലെ കാര്യങ്ങളാണ് അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഒന്നുമില്ലാതിരുന്ന സമയത്ത് അവന്റെ കൂടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പണമൊക്കെ വന്നതിന് ശേഷം അവനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഹീറോ ആലോചിച്ച് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിനാവട്ടെ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് അവളുടെ വീട്ടിന്റെ വെളിയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവളും അവനെ വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഹീറോ കാണുന്നുണ്ട്. അവന് വല്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ ഹീറോയിനാവട്ടെ ഓടിച്ചെന്നവനെ കണ്ട സന്തോഷത്തിൽ ഹഗ് ചെയ്യുന്നുകൊണ്ട് ഹീറോയിനെ കാണാൻ വേണ്ടിയിട്ട് എതിർവശത്തുള്ള ഫ്ലാറ്റിൽ തന്നെയാണ് ഹീറോയിൻ താമസിക്കുന്നത്. ഇതൊന്നും ഹീറോയിന് അറിയില്ലായിരുന്നു. ഈ കാഴ്ചകളെല്ലാം കണ്ണടയ്ക്കാതെ തന്നെ ഹീറോ മുകളിൽ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ ബോയ് ഫ്രണ്ട് അവളോട് ചോദിക്കുന്നുണ്ട്, ഇതാണോ നീ സ്റ്റേ ചെയ്യുന്ന വീട്, വളരെ മനോഹരമായിട്ടുണ്ട്, എന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുമ്പോൾ അതൊന്നും വേണ്ട, ബോസ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരെയും വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്ന്. ശരി, നിനക്ക് വേണ്ടി റെസ്റ്റോറൻറ്റിൽ ഞാനൊരു ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും സന്തോഷത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് വളരെയധികം ദേഷ്യം വരുന്നുണ്ട്. ഇവിടേക്ക് വിളിച്ചു വരുത്തി അവനെ കാണുന്നോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദേഷ്യത്തോടെ അവൻ ഗ്ലാസ് സ്വിമ്മിംഗ് പൂളിലേക്ക് എറിയുന്നുണ്ട്. അതിനുശേഷം അവൻ അവിടെ ഒന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയിനാവട്ടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വരികയായിരുന്നു. അവിടെ കോഫിയൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. കോഫിയുടെ വില വളരെയധികമായി പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തുകൊണ്ടാണ് അവൾ അവിടേക്ക് വരുന്നത്. ഹീറോയുടെ അസിസ്റ്റന്റിനും അവളൊരു കോഫി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഐഡിയും അതുപോലെ ഹീറോയെ പറ്റിയുള്ള ഡീറ്റെയിൽസും ചെയ്യേണ്ട വർക്കുകളെ പറ്റിയുള്ള ഫയൽസും ഒക്കെയാണ് ഇതെന്നും അവളെ അവളുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് അസിസ്റ്റന്റ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും ഹീറോ മീറ്റിങ്ങിനൊക്കെ വിളിക്കാം, ചിലപ്പോൾ രാത്രിയിൽ പോലും വിളിച്ചേക്കാം എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. നൈറ്റ് മീറ്റിംഗ് ഒക്കെ വെക്കുമോ എന്ന് അവൾ അതിശയത്തോടെ ചോദിക്കുമ്പോൾ ഇന്നലെ രാത്രിയിലും മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. ഹീറോയിൻ അവളുടെ ബോയ് ഫ്രണ്ടിനെ കണ്ടതുകൊണ്ട് തന്നെ ഹീറോ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടി ഒരു മീറ്റിങ്ങും ഹീറോ അറേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ബോസ് ഇതുവരെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ഫീമെയിൽസിനെ ഒന്നും നിയമിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ നൈറ്റൊക്കെ മീറ്റിങ്ങിന് വിളിക്കുമോ എന്നുള്ള കാര്യത്തെ പറ്റി വ്യക്തതയില്ല എന്നും അയാൾ പറയുന്നു. ഈ സമയം തന്നെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മറ്റൊരു മാനേജർ അവിടേക്ക് വരുന്നുണ്ട്. ഓ, നിങ്ങളാണോ പുതിയതായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യാൻ വന്ന അസിസ്റ്റന്റ്? ഇതുവരെ ബോസ് ഫീമെയിൽസിനെ ഒന്നും പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് നിയമിച്ചിട്ടില്ല, എന്തുകൊണ്ടും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ലേറ്റ് നൈറ്റ് വർക്കൊന്നും നിങ്ങൾക്ക് തീർച്ചയായും കിട്ടാൻ സാധ്യതയില്ല, ഒരുപാട് ഫ്രീ ടൈമും ലഭിക്കുമെന്നും അയാൾ പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിന് വളരെയധികം ഹാപ്പി ആവുന്നുണ്ട്. അതേ തുടർന്ന് തന്നെ അവൾക്ക് ജോലിയുടെ മറ്റു ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. ഇതുകൂടി കണ്ടപ്പോൾ അവൾക്ക് ഇപ്പോഴുണ്ടായിരുന്ന സന്തോഷം വരെ കിട്ടുപോകുന്നുണ്ട്. ഇത്രയും ജോലികൾ താൻ ഒറ്റയ്ക്ക് എടുക്കണമോ എന്ന് ആലോചിച്ചിട്ട് ഓഫീസിലുള്ള മറ്റ് സ്റ്റാഫുകളെല്ലാം ഹീറോയിനെ കുറിച്ച് ഗോസിപ്പുകൾ പറയാൻ തുടങ്ങിയിരുന്നു. അവളുടെ ഔട്ട്ഫിറ്റ് തീരെ കൊള്ളില്ല എന്നും അത് വളരെ ചീപ്പാണെന്നും ഇങ്ങനെ ഒരാൾക്ക് ഹീറോയുടെ അടുത്ത് വന്ന് നിൽക്കാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ഇത്രയും നല്ല പെൺകുട്ടിയുണ്ടായിട്ടും ഇങ്ങനെ ഒരുത്തിയാണല്ലോ തെരഞ്ഞുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നേ എന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവിടേക്ക് വരികയും അവിടെ കൂട്ടം കൂടിയിരുന്ന സ്റ്റാഫുകളെല്ലാം പരിഭ്രാന്തിയോടെ ഓടിപ്പോവുകയും ചെയ്യുന്നു. ഹീറോയിനാവട്ടെ അവളുടെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഹീറോ അവളെ അവന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. അവള് പെട്ടെന്ന് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്.
എന്താണ് കാര്യമെന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ തന്നെ ഹീറോ ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ വർക്കൊക്കെ ഇഷ്ടമായോ എന്ന്. ഇഷ്ടമായി, പക്ഷേ ഇവിടുത്തെ ഫുഡൊക്കെ വളരെ എക്സ്പെൻസീവ് ആണെന്നും അവൾ പറയുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ ഹീറോയിന്റെ കഴുത്തിലൊരു പാട് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അവന്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവാൻ തുടങ്ങുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തല്ലോ, അവരിരുവരും ഇന്റിമേറ്റ് ആയിരുന്നോ എന്നൊരു സംശയം ഹീറോയുടെ മനസ്സിൽ തോന്നുന്നുണ്ട്. എല്ലാവരുടെയും കൂടെയൊക്കെ ഇടപെടുമ്പോൾ നിന്റെ വർക്ക് വളരെ ഈസി ആവുന്നതായിരിക്കും. ഇന്ന് നൈറ്റ് എനിക്കൊരു പാർട്ടി ഉണ്ട്, എൻ്റെ കൂടൊപ്പം വരണമെന്ന് ഹീറോ അവളടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിൻ അതിന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയോടൊപ്പം ആ പാർട്ടിയിൽ പങ്കെടുക്കാനായി ഹീറോയിനും പോകുന്നുണ്ട്. അവൾക്ക് കാറിന്റെ മുൻപിലത്തെ സീറ്റിലിരിക്കണോ പിന്നിലത്തെ സീറ്റിലിരിക്കണോ എന്നൊരു ഡൗട്ട് തോന്നുന്നുണ്ട്. അസിസ്റ്റന്റ് ആവട്ടെ പിന്നിലെ സീറ്റ് തുറന്നു കൊടുക്കുന്നുണ്ട് ഹീറോയിൻ ഇരിക്കാനായിട്ട്. അവർ ഇരുവർക്കും പാർട്ടിയിൽ പങ്കെടുക്കണമല്ലോ. അതുമാത്രമല്ല ഹീറോയിന് വേണ്ടിയിട്ട് പാർട്ടിയിൽ പങ്കെടുക്കാനായി ഒരു ഔട്ട്ഫിറ്റും തിരഞ്ഞെടുക്കണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് ഹീറോ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഹീറോ അവളടുത്ത് പറയുന്നുണ്ട് പാർട്ടിയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിന്റെ ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, ഇത് തീരെ നല്ലതല്ല എന്ന്. ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോയിന് തോന്നുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്, ഇത് കൊള്ളില്ല എന്ന് തന്നെ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള ലിമിറ്റഡ് എഡിഷൻ ഡ്രസ് ഷോപ്പിലേക്കാണ് അവളെ കൊണ്ടുപോയത്. ഹീറോനായിട്ട് അവിടെ ചെന്ന ഉടനെ തന്നെ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഡ്രസ്സ് കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നെങ്കിലും അവൾക്കത് തീരെ ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഹീറോയിനും ആ ഡ്രസ്സ് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവളും മുഖമൊക്കെ കുനിച്ചാണ് അവിടേക്ക് വന്നത്. ഹീറോ അവളടുത്ത് പറയുന്നുണ്ട് ഈ ഡ്രസ്സ് നിനക്ക് തീരെ സ്യൂട്ട് ആയിട്ടില്ല, മറ്റൊരെണ്ണം എടുത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ ഹാങ്കറിൽ നിന്നൊരു ഡ്രസ്സ് അവൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നീ ധരിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞ് വളരെ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ് തന്നെയാണ് അവൾക്ക് നൽകുന്നത്. അവൾ ഓക്കെ എന്ന് പറഞ്ഞ് ധരിക്കാനായി അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അവൾ ആ ഡ്രസ്സ് ധരിച്ച് പുറത്തേക്ക് വരുന്നു. ആ ഡ്രസ്സിൽ അവൾ വളരെ സുന്ദരി തന്നെയായിരുന്നു എന്ന് ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. ഇതുതന്നെയാണ് പാർട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള വസ്ത്രം, എൻ്റെ അസിസ്റ്റന്റ് ആയിരിക്കുന്നിടത്തോളം ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ മാത്രമേ ഇത് ധരിക്കാവൂ എന്ന് ഹീറോ അവളടുത്ത് പറയുന്നുണ്ട്. ആ ഡ്രസ്സിന്റെ വില 68,000 രൂപയാണെന്ന് കേട്ടപ്പോൾ തന്നെ ഹീറോയിൻ വല്ലാതെ ഷോക്കായി അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഹീറോ അവളുടെ പിന്നിൽ വന്നിട്ട് പറയുന്നുണ്ട് കോസ്റ്റ്യൂം എനിക്ക് വളരെ മുഖ്യമായ കാര്യം തന്നെയാണ്, നന്നായി ഡ്രസ്സ് ധരിച്ചു വേണം എല്ലായ്പ്പോഴും എൻ്റെ കൂടെ നീ വരാൻ, എൻ്റെ അസിസ്റ്റന്റ് ആയിരിക്കുന്നിടത്തോളം എപ്പോഴും നീ ഈ കാര്യം ഓർമ്മ വെച്ചോണോ എന്ന് അവൻ പറയുമ്പോൾ ഹീറോയിൻ അതിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നിശബ്ദമായി തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഈ സമയത്ത് ഒരു അൺലിമിറ്റഡ് ബ്ലാക്ക് കാർഡും അവൾക്ക് നൽകുന്നുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പർച്ചേസ് ചെയ്തോളാനും പറയുന്നുണ്ട്. എന്താവശ്യങ്ങൾക്കും ആ കാർഡ് ഉപയോഗിച്ചോളാനും പറയുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഒരുമാതിരി തോന്നുന്നുണ്ട്, അവൾക്കാണെങ്കിൽ അത് നിരസിക്കാനും സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് അസിസ്റ്റന്റ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് പാർട്ടിക്ക് പോകാൻ സമയമായി, പിന്നെ സാറ് ഇത്രയും വില കൂടിയ ഡ്രസ്സൊക്കെ നിങ്ങൾക്ക് വാങ്ങി തന്നെ എന്തെന്ന് വെച്ചാൽ ഒരു കാര്യത്തിൽ സാറിനെ ആരും കുറ്റപ്പെടുത്തുന്നതോ കളിയാക്കുന്നതോ തീരെ ഇഷ്ടമല്ല. അസിസ്റ്റന്റ് അവിടെ നിന്ന് കാറിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതാണ് കാണിക്കുന്നത്. ഹീറോ മുമ്പിൽ ഇറങ്ങി നടക്കുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ഇതാണോ പാർട്ടി നടക്കുന്ന സ്ഥലം എന്ന് അതിശയത്തോടെ നോക്കുന്നുണ്ട്. കാരണം അത്രയധികം ലക്ഷറി ആയിട്ടുള്ള ഹോട്ടലിൽ തന്നെയാണ് ഗ്രാൻഡ് ആയിട്ട് പാർട്ടി നടക്കുന്നത്. ഹീറോ ആവട്ടെ നേരെ പാർട്ടി നടക്കുന്ന വേദിയിലേക്ക് തന്നെ കയറി പോകുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ അവിടെയൊക്കെ ചുറ്റി നടന്ന് കാണുകയായിരുന്നു. അവൾ അസിസ്റ്റന്റ് അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് ഇത് എന്ത് തരത്തിലുള്ള പാർട്ടിയാണ് ഇവിടെ നടക്കുന്നതെന്ന്. അസിസ്റ്റന്റ് ആണെങ്കിൽ ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ഇതുവരെ ബോസിന്റെ അടുത്തേക്ക് പോയില്ലേ? പെട്ടെന്ന് തന്നെ ഹീറോയുടെ അടുത്തേക്ക് പോയെന്ന് പറഞ്ഞ് അസിസ്റ്റന്റ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ശരിയാണല്ലോ, ഞാൻ ബോസിന്റെ അടുത്തേക്ക് പോണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവളും ഹീറോ പോയടുത്തേക്ക് കയറി പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഹീറോയെ ചെന്ന് നോക്കുന്നുണ്ട്. ഈ സമയം ഒരു മീറ്റിംഗ് പോലെ തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ അവൾക്കൊരു മടിയുണ്ടായിരുന്നെങ്കിലും ഹീറോ അവളെ വഴക്ക് പറഞ്ഞാലോ ഒന്ന് പേടിച്ചിട്ട് അവളെ നേരെ ചെന്ന് ഹീറോയുടെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് അവരെല്ലാവരും അവളെ കമന്റ് പറയാൻ ഒരുങ്ങുന്നു. ഇതുവരെ കൃഷ് പാർട്ടിയിൽ ഒരു പെൺകുട്ടികളും കൊണ്ടുവന്നിട്ടില്ല, ഫസ്റ്റ് ആയിട്ടാണല്ലോ ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുന്നതെന്നൊക്കെ അവർ പറയുന്നുണ്ട്. കൃഷ് എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ തന്നെയാണ്. അവന്റെ യഥാർത്ഥ നെയിം ചെൻ എന്നാണ്. ബിസിനസ്സിലെ കൊളീഗ്സും ഫ്രണ്ട്സും ഒക്കെ അവനെ കൃഷ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഹീറോയെ എല്ലാവരും ഡ്രിങ്ക്സ് കഴിക്കാനായി നിർബന്ധിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് ഒരു പെൺകുട്ടി വളരെ അടുത്തിടപഴകാൻ അവന്റെ അടുത്തേക്ക് വന്ന് ഡ്രിങ്ക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ അത് വാങ്ങുക പോലും ചെയ്തില്ല. എന്നാൽ ഞാൻ കുടിക്കാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അത് വാങ്ങുന്നുണ്ടെങ്കിലും എനിക്കിത് തീരെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഹീറോയിന്റെ കയ്യിൽ നിന്ന് അവൻ ആ ഗ്ലാസ് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അവൾ ഡ്രിങ്ക്സ് കഴിക്കാതിരിക്കാൻ അവൻ അവളെ കെയർ ചെയ്ത് കണ്ടിട്ട് തന്നെ പലരും ചോദിക്കുന്നുണ്ട് ഈ പെൺകുട്ടിയെ കാണാൻ വളരെ ക്യൂട്ടായിട്ടുണ്ടല്ലോ, നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന്. ഇതെന്റെ അസിസ്റ്റന്റ് ആണെന്ന് ഹീറോ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണല്ലോ ഇത്രയും പ്രിറ്റി ആയിട്ടുള്ള ഒരു അസിസ്റ്റന്റിനെ നീ ഇവിടേക്ക് കൊണ്ടുവരുന്നതെന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇത് ഹീറോയിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി കണ്ടേ സെലക്ട് ചെയ്തോളൂ, അതുപോലെ നിങ്ങളും നോക്കി കണ്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഹീറോയും അവളുടെ പിന്നാലെ പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ എവിടെ നിന്ന് ദൂരേക്ക് മാറി എന്ന് കരയുന്നുണ്ട്. കാരണം ഹീറോ അവിടെ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ബിസിനസ് മാൻ ആണല്ലോ. അപ്പോൾ അതുപോലെ ഒരാളോട് ഇങ്ങനെ ഒരു പെൺകുട്ടി വന്നാൽ അവർ തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമൊക്കെ കാണുമോ എന്നൊക്കെ പറഞ്ഞ് അവർ കമന്റ് ചെയ്തിരുന്നു. ഇതൊക്കെ ഹീറോയിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ മനസ്സിൽ അത് വല്ലാതെ വിഷമത്തിലാഴ്ത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൾ കരഞ്ഞത്. ഒരാണും പെണ്ണും സംസാരിച്ചാലോ അടുത്തിരുന്നാലോ അതിന് മറ്റെന്തെങ്കിലും അർത്ഥം ഉണ്ടാവുമോ എന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും പെട്ടെന്ന് സ്ലിപ്പായി താഴേക്ക് വീഴാൻ പോകുന്നു. ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നീ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല. നിനക്ക് പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ നിന്റെ ജോലി നീ പെർഫെക്റ്റായി ചെയ്യുക എന്നാണെന്ന്. സോറി, എനിക്കിത്ര സോഷ്യലായി ആരോടും ഇടപെടാനൊന്നും അറിയില്ല.
ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്, എനിക്ക് ജോലി വേണ്ട എന്ന് അവൾ പറയുന്നുണ്ട്. നീ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുകയാണ്, അവർ നിന്നെ ഹർട്ട് ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ അതെല്ലാം ഏറ്റുവാങ്ങി ഇവിടെ നിന്ന് പോകാനായാണോ തീരുമാനിച്ചിരിക്കുന്നത്? നിന്റെ ഉള്ളിലെ ടാലന്റ് ഉണ്ട്, അത് നീ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്ന സമയത്ത് തന്നെ അവിടേക്ക് ഒരാൾ വന്നിട്ട് സാർ ഒരു മുഖ്യമായ കോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോ പറയുന്നുണ്ട് ഈ പാർട്ടിയിൽ ഇരിക്കണോ വേണ്ടയോ എന്ന് നീ തന്നെ ഡിസൈഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിനും തോന്നുന്നുണ്ട് എന്നെ നാണം കെടുത്താൻ ശ്രമിച്ചവരുടെ മുമ്പിൽ 4 വാക്ക് പറയുകയും അവരുടെ മുമ്പിൽ നല്ല രീതിയിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയും വേണ്ടേ എന്ന്. ഹീറോ ആവട്ടെ അവൻ്റെ ബിസിനസ് കൊളീഗ്സിൻ്റെ കൂടെ കാർഡ് ഗെയിംസ് കളിക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ ഓരോരുത്തരടുത്തും ഓരോ പെൺകുട്ടികളും നിൽപ്പുണ്ടായിരുന്നു. ഹീറോ ഒറ്റയ്ക്കാണ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ സൈഡിൽ മറ്റു പെൺകുട്ടികളൊന്നും ഇല്ലാതാനും. മറുവശത്തുള്ള ആളുടെ കാർഡൊക്കെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് ചേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ ഹീറോയിനാവട്ടെ ഈ സമയം അവൻ്റെ അടുത്തേക്ക് വന്ന കാർഡുകളെല്ലാം ചേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ഹീറോ ആ ഗെയിം പ്ലേ ചെയ്യുമ്പോൾ തന്നെ അവന് കോയിൻസ് ലഭിക്കുകയും ഹീറോയിൻ അവൻ്റെ ലക്കി ചാമാണെന്ന് എല്ലാവരും പറയുകയും ചെയ്യുന്നു. കുഴപ്പമില്ല ക്രിസ്, നിങ്ങൾ നന്നായി കളിക്കുന്നുണ്ടല്ലോ എന്ന് തന്നെ എതിരാളി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഈ സമയത്താണ് ഹീറോയിനെ ശ്രദ്ധിച്ചപ്പോൾ അവൾ നന്നായി മദ്യപിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലാവുന്നത്. കുടിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ ഹീറോ ദേഷ്യത്തോടെ അവളെ നോക്കുന്ന സമയത്ത് തന്നെ അവനൊരു കോള് വരികയും അവിടെ നിന്ന് അവൻ മാറിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ ഹീറോയുടെ എതിരാളിയായി തന്നെ ഓപ്പോസിറ്റ് ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആളാവട്ടെ നീ എന്നോടൊപ്പം നിന്ന് ഗെയിം കളിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഓക്കെ ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ഹീറോ ഇവിടേക്ക് വന്നിട്ട് ഇവിടേക്ക് നോക്കൂ, ഇവളെ എൻ്റെ അസിസ്റ്റന്റ് ആണ്, ഇവളെ എനിക്ക് മാത്രം ഉള്ളതാണ്, എനിക്ക് പകരമായി ആരും ഇവളെ വിളിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിൻ്റെ ഡ്രസ്സൊക്കെ കറക്റ്റ് ചെയ്ത് ഹീറോയിനെ അവൻ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. അതിനുശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കോയിൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ഗെയിമിൽ തോറ്റ കണക്ക് തന്നെ ഇരുന്നോട്ടെ, പണമെല്ലാം നിങ്ങൾ തന്നെ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോയിനെ എടുത്തുകൊണ്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൻ്റെ ഈ പ്രവൃത്തിയിൽ എല്ലാവരും വളരെയധികം ഷോക്കായിരുന്നു. കാരണം ഒരിക്കൽ പോലും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പെണ്ണിന് വേണ്ടി ഇവൻ പെരുമാറിയിട്ടില്ല എന്ന് ഓർത്തിട്ട് ഹീറോ അവിടെ അവളെ കാറിലൂടെ കൊണ്ടുവരുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അവളാണെങ്കിൽ പിച്ചും പേയും ഉറക്കത്തിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്നെക്കുറിച്ച് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൾ വിഷമത്തോടെ എണീറ്റിരുന്ന് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവളുടെ ബോധം മറയുന്നുണ്ട്. അവളുടെ തല ചെന്ന് ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹീറോ ആവട്ടെ കൈകൊണ്ട് അത് തടുക്കുന്നുണ്ട്. അവളാവട്ടെ നേരെ അവന്റെ തോളിലേക്ക് ചാരുന്നുമുണ്ട്. ഹീറോ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് നീ എന്നെ കുറിച്ച് തെറ്റായി വിചാരിച്ചിരിക്കുകയാണ്. ഒരു കാലം നീ എന്നെ മനസ്സിലാക്കുകയും എന്നോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും. ഒരിക്കലും മറ്റാർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ഈ വേഷം നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എനിക്ക് നിന്റെ ഈ വേഷം വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് അവൻ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കിടക്കയിലേക്ക് കിടത്തുന്നു. ഈ സമയം തന്നെ പെൻഡന്റ് അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അത് ശരിക്കും അവന്റെ പെൻഡന്റ് തന്നെയാണ്. അവന്റെ അമ്മയ്ക്ക് വേണ്ടി അവൻ തന്നെയാണ് അത് തയ്യാറാക്കി നൽകിയത്. അവനത് കണ്ടപ്പോൾ വല്ലാതെ വിഷമം തോന്നുന്നുണ്ട്. അവൻ ആ പെൻഡന്റ് എടുത്ത് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. അവന്റെ അമ്മയുടെ ഗന്ധം അപ്പോഴും അതിലുണ്ടെന്ന് അവന് തോന്നുന്നുണ്ട്. ഈ വിരക്തിയാർന്ന ജീവിതത്തിൽ നിന്ന് മോചിതയാക്കാൻ വേണ്ടി തന്റെ അമ്മയായിരിക്കാം അവളെ ഇവിടേക്ക് പറഞ്ഞു വിട്ടിരിക്കുന്നതെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് തന്നെ ഹീറോ അവളുടെ നെറ്റിയിൽ കിസ് ചെയ്യുന്നു. അങ്ങനെ ഹീറോയിൻ ഉറങ്ങുന്നത് തന്നെ ഹീറോ നോക്കുന്ന സമയത്ത് തന്നെ അവളുടെ ഫോണിലേക്ക് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ മെസ്സേജ് വരുന്നുണ്ട്. ഇവനെ കൊണ്ട് വല്ലാത്ത ശല്യമായല്ലോ, ഇത്ര പെട്ടെന്ന് നീ ഒരു ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിച്ച എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഹീറോ അവന്റെ കോട്ട് ഊരി അവളെ പൊതിപ്പിച്ചതിന് ശേഷം അവിടെ വിട്ടു പോകുന്നുണ്ട്. ഹീറോയുടെ വീട് തന്നെയല്ലേ ഇത്? എന്തായാലും ഹീറോ ആ വീട് വിട്ട് പോയിരുന്നില്ല. താഴേക്ക് ചെന്നിരുന്നവൻ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും അന്വേഷിച്ചറിയാനായിട്ട് അസിസ്റ്റന്റിനെ വിളിച്ച് പറയുന്നുണ്ട്. അവനൊരു ലോ ഫേമിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഹീറോ കണ്ടെത്തുന്നുണ്ട്. ഏത് ലോ ഫേമിലാണ് അവൻ വർക്ക് ചെയ്യുന്നതെന്നുള്ള വിവരം ഹീറോ ചോദിച്ചപ്പോൾ അസിസ്റ്റന്റിനും അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹീറോ അതും അന്വേഷിച്ചു വരാൻ അയാളോട് പറയുന്നുണ്ട്. മോർണിംഗിൽ ഒരുപാട് തവണ അലാറം അടിച്ചിട്ടും ഹീറോയിൻ അതൊന്നും കേട്ടിരുന്നില്ല. അവസാനം അവൾ ഉണർന്നപ്പോഴാവട്ടെ ടൈം ഒരുപാട് വൈകിപ്പോയെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ബോസിനോട് എന്ത് സമാധാനം പറയുമെന്ന് ആലോചിച്ചുകൊണ്ട് അവള് പരിഭ്രാന്തിയോടെ തന്നെ ഡ്രസ്സൊക്കെ ധരിച്ച് താഴേക്കെത്തി അസിസ്റ്റന്റിനെ വിളിക്കുന്നുണ്ട്. ഓഫീസിലേക്ക് ഞാൻ എത്താൻ വൈകും, ബോസിനോടൊന്ന് പറഞ്ഞേക്കണേന്ന് പറയുമ്പോൾ തന്നെ അസിസ്റ്റന്റ് പറയുന്നുണ്ട് സാറ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, വെറുതെ ടെൻഷൻ ആവണ്ടെന്ന്. ഹീറോയിൻ തിരിഞ്ഞു നോക്കിയപ്പോഴാവട്ടെ ഹീറോ കിച്ചണിൽ കുക്ക് ചെയ്യായിരുന്നു. സോറി, കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എന്താ ചെയ്തു കൂട്ടിയെന്നൊന്നും എനിക്കറിയില്ല എന്ന് അവള് പറയുമ്പോൾ നീ ഒന്നും ചെയ്തില്ല, ഒരുപാട് ഡ്രിങ്ക്സ് കഴിച്ചു, അതുകൊണ്ട് ഞാനും ഇവിടെ സ്റ്റേ ചെയ്തിരുന്നു എന്ന് അവനും പറയുന്നുണ്ട്. ഈ കോട്ട് ഞാൻ വാഷ് ചെയ്ത് തന്നേക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഹീറോ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല, നീ വന്ന് ആഹാരം കഴിക്കുന്ന. സാൻഡ്വിച്ച് ആണ് ഹീറോ റെഡിയാക്കി വെച്ചിരുന്നത്. സാൻഡ്വിച്ച് ഒന്നും വേണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെ തയ്യാറാക്കി തരാമെന്ന് പറഞ്ഞ് അവൾ നൂഡിൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളുടെ വില്ലേജിലെ വിവിധ തരം ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് ചെയ്യുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള നൂഡിൽസ് ആയിരുന്നു അത്. അവൻ വളരെ ഇഷ്ടത്തോടെ തന്നെയാണ് അത് കഴിച്ചുകൊണ്ടിരുന്നത്. കാരണം അവനും ആ ഗ്രാമത്തിൽ തന്നെയാണല്ലോ വളർന്നത്. അവൻ്റെ അമ്മയും ആ ആഹാരം തന്നെയാണ് അവനും മിക്കപ്പോഴും കുക്ക് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്നത് പോലെ തന്നെ ആഹാരം കഴിക്കാൻ സാധിച്ചല്ലോ എന്ന് അവൻ മനസ്സിൽ ഓർക്കുന്നുമുണ്ട്. തൻ്റെ ഗ്രാമത്തിലെ പോലെ അത്ര പെർഫെക്റ്റ് ഒന്നും ആയില്ല ഞാൻ വെച്ചതെന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും ഇത് വളരെ ടേസ്റ്റി ആണെന്ന് ഹീറോ പറയുന്നുണ്ട്. അവൾക്കും അത് കേട്ടപ്പോൾ വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അവരിരുവരും അവിടെ വിട്ട് പോകുന്നുണ്ട്. കാറിൽ കയറിയിരുന്ന ഉടനെ ഹീറോയിൻ വേഗത്തിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ആർക്കാണ് ഈ മെസ്സേജ് അയക്കുന്നതെന്ന് ഹീറോ തിരക്കുന്നുണ്ട്.
എൻ്റെ ബോയ് ഫ്രണ്ടിനാണ് മെസ്സേജ് അയക്കുന്നതെന്ന് അവൾ പറയുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണോ നിന്റെ ബോയ് ഫ്രണ്ട് താമസിക്കുന്നതെന്നും ഹീറോ തിരക്കുന്നുണ്ട്. ഇല്ല, ഇവിടെ നിന്ന് ഒരുപാട് അകലെയാണ് താമസിക്കുന്നത്. ഇവിടെ റെന്റൊക്കെ ഒരുപാട് ഹൈ ആണല്ലോ. എത്രയും പെട്ടെന്ന് ഒരു വീട് വാങ്ങി സെറ്റിൽ ആവണമെന്നും പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കണമെന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് ഹീറോയിൻ പറയുന്നത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വല്ലാതെ വിഷമമാവുന്നുണ്ട്. അതൊക്കെ ഇരിക്കട്ടെ, നീ താമസിക്കുന്ന വീടിന്റെ വില എത്രയാണെന്ന് നിനക്കറിയാമോ? 1,030,000 ആണെന്ന് കേട്ടപ്പോൾ അവള് വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. അത്രയൊക്കെ ആവുമെന്ന് അവൾ അതിശയത്തോടെ അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. അതിൽ കുറഞ്ഞ വീടുകളൊന്നും ലഭിക്കില്ലേ എന്നും ചോദിക്കുന്നു. ഷെൻഹായിലെ കോസ്റ്റ്ലി ആയിട്ടുള്ള വീടുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് റെന്റ് കുറഞ്ഞ വീടുകളെ കുറിച്ചൊന്നും നീ പ്രതീക്ഷിക്കുകയേ വേണ്ട. അതുമാത്രമല്ല, നിന്റെ ജീവിതത്തെക്കുറിച്ച് നീയാണ് തീരുമാനിക്കേണ്ടത്. നിന്റെ ബോയ് ഫ്രണ്ടിനെക്കാട്ടിലും എത്രയോ മികച്ച ആൾക്കാർ ഞങ്ങളുടെ കമ്പനിയിലുണ്ടെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇതൊക്കെ അവൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് എങ്ങനെയും ബ്രേക്കപ്പ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ്. ഈ ബോസ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തായാലും ലൈഫല്ലേ, ഞാനാ ഡിസിഷൻ എടുക്കേണ്ടത്. എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് ഷെൻഹായിയിൽ ഒരു കുഞ്ഞു വീടായാലും വേണ്ടിയില്ല, അവിടെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷകരമായി താമസിക്കണമെന്ന് തന്നെ അവളും മനസ്സിലുറപ്പിക്കുന്നു. പിന്നീട് കമ്പനിയിലേക്ക് എത്തിയ ഹീറോയിനാവട്ടെ ഹീറോയുടെ അസിസ്റ്റന്റ് അടുത്ത് സംസാരിക്കാൻ പോകുന്നുണ്ടെങ്കിലും ഹീറോ അവിടെ നിന്ന് കണ്ണു കാണിക്കുന്നുണ്ട്, അവളോട് സംസാരിക്കരുതെന്ന മട്ടില്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ അസിസ്റ്റന്റ് ആവട്ടെ സോറി മാഡം, എനിക്ക് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ വിട്ടു പോകുന്നുണ്ട്. അസിസ്റ്റന്റിനോട് ഇങ്ങനെ അടുത്ത് സംസാരിക്കുന്നു എന്നും ഹീറോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് തന്നെ ഹീറോയിനാവട്ടെ അസിസ്റ്റന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തിരക്കിയിരുന്നു. അവന് വൈഫുണ്ടോ, കുട്ടികളുണ്ടോ, ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ. അന്ന് ഹീറോ പറയുകയും ചെയ്തിരുന്നു അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവനിൽ നിന്ന് അകലം പാലിക്കണമെന്ന്. ഈ സമയത്ത് ഹീറോയിൻ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ട്. പിന്നീട് വീട്ടിലേക്ക് വന്ന ഹീറോയിനാവട്ടെ അവളുടെ അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയാവട്ടെ അവളുടെ വർക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് കാഷ്വലായി തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ അവളുടെ അമ്മയാവട്ടെ നിന്റെ അച്ഛന് മെഡിസിന്റെ ആവശ്യമുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് മെഡിസിൻ ആണെന്ന് അവൾ അതിശയത്തോടെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ എന്താ അസുഖമെന്നും അവൾ തിരക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ കോള് കട്ട് ചെയ്യുന്നു. അച്ഛന്റെ വിവരം ചോദിച്ചപ്പോൾ അമ്മ പെട്ടെന്ന് കോള് കട്ട് ചെയ്ത് എന്താന്നൊരു സംശയം അവളുടെ ഉള്ളിൽ തോന്നുന്നതുകൊണ്ട് തന്നെ അവളുടെ ഒരു റിലേറ്റീവായ കസിനെ വിളിച്ച് അവളുടെ അച്ഛൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പിന്നീട് റോഡരികിലിരുന്ന് കരയുന്ന ഹീറോയിനെയാണ് കാണിക്കുന്നത്. അവളുടെ ബോയ് ഫ്രണ്ട് ഈ കാഴ്ച കണ്ട് ഓടി അവളുടെ അടുത്തേക്ക് വരുന്നുമുണ്ട്. അവളെ ആ അവസ്ഥയിൽ കണ്ട ബോയ് ഫ്രണ്ട് ആവട്ടെ വല്ലാതെ വിഷമത്തോടെ തന്നെ അവളെ ഹഗ് ചെയ്തിട്ട് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നുണ്ട്. അവളുടെ അച്ഛന് കിഡ്നി ഫെയിലിയർ സംഭവിച്ചിരിക്കുകയാണെന്നും അതുകൊണ്ട് തന്നെ സർജറിക്കായി ഒരുപാട് പണം ആവശ്യമുണ്ടെന്നും അവനോട് പറയുന്നുണ്ട്. നീ വിഷമിക്കൊന്നും വേണ്ട, സർജറിക്ക് വേണ്ടിയിട്ടുള്ള പണം നമുക്ക് എവിടെ നിന്നെങ്കിലും കണ്ടെത്താം. സമാധാനമായിരിക്കൂ, ഞാനില്ലേ ഇപ്പൊ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണവുമായിട്ടാണ് വന്നിരിക്കുന്നത്, വന്നത് കഴിക്ക് എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ അകത്തേക്ക് പോകുന്നുണ്ട്. മടങ്ങി ഹീറോയിൻ തിരിച്ച് വീട്ടിലെത്തിയെങ്കിലും അവൾക്ക് ഉറങ്ങാൻ സാധിച്ചതേയില്ല. അച്ഛന്റെ ചികിത്സാ ചെലവുകൾക്കുള്ള പണം എങ്ങനെ കണ്ടെത്തുമെന്നായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ. പിറ്റേ ദിവസം കമ്പനിയിൽ എത്തിയപ്പോഴും സർജറിക്ക് എത്രത്തോളം ചിലവ് വഹിക്കേണ്ടി വരുമെന്നും അവൾ കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് അടുത്തുണ്ടായിരുന്ന ഒരു മാനേജർ കാണുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ എംപ്ലോയീസ് ഒക്കെ കമ്പനി വക കമ്പ്യൂട്ടറിൽ എന്ത് സെർച്ച് ചെയ്താലും എന്തൊക്കെ നോക്കിയാലും അതൊക്കെ ഹീറോയ്ക്ക് മനസ്സിലാവുമെന്ന് ആ മാനേജർ അവളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട ഹീറോയിൻ ഭയപ്പെടുന്നുണ്ട്. കമ്പനിയുടെ ആവശ്യത്തിനല്ലാതെ തന്റെ ആവശ്യത്തിന് കമ്പ്യൂട്ടർ ഉപയോഗിച്ചതായിട്ട് ഹീറോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വഴക്ക് പറയുമോ എന്ന് അവൾക്ക് വല്ലാതെ പേടി തോന്നി. ഈ ടൈമിൽ തന്നെ അസിസ്റ്റന്റ് വന്നിട്ട് ഹീറോയുടെ ഓഫീസിലേക്ക് ചെല്ലാനായി ഹീറോയിന്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അവള് വല്ലാതെ ടെൻഷൻ അടിച്ചാണ് അവിടേക്ക് ചെല്ലുന്നത്. അവള് ചെന്ന ഉടനെ തന്നെ സാറ് ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് തിരക്കുന്നുണ്ട്. നിന്റെ കാതിന് എന്തു പറ്റി, വല്ലാതെ ചുമന്ന് കിടക്കുന്നുണ്ടല്ലോ എന്നവൻ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇന്നലെ കാത് കുത്തിയിരുന്നു, അങ്ങനെ ചോപ്പ് വന്നതാണെന്ന് അവള് കള്ളം പറയുന്നുണ്ട്. ഇന്നലെ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോയിരുന്നല്ലോ. ഉടനെ തന്നെ അവള് ചാടിക്കയറി പറയുന്നുണ്ട് സോറി സാർ, ഞാൻ അറിയാതെ സെർച്ച് ചെയ്ത് പോയതാണ്, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന്. ഹീറോ ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത്, ഞാൻ നിന്നെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന്. അപ്പോൾ അതൊന്നും അറിഞ്ഞിട്ടല്ല തന്നെ വിളിപ്പിച്ചെന്നുള്ളൊരു ആശ്വാസം ഹീറോയിന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. ഹീറോ അവളടുത്ത് പറയുന്നുണ്ട് അവളുടെ ഈ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം പോരാ, ഇവിടെ വർക്ക് ചെയ്യാൻ അവൾ MBA കൂടെ പഠിക്കണമെന്ന്. അതിനുള്ള ചെലവുകളെല്ലാം കമ്പനി ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കും. അത് മാത്രമല്ല അവള് ജോലിയോടൊപ്പം തന്നെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ 50 മില്യൺ അവൾക്ക് സാലറിയായി ലഭിക്കുമെന്നും ഹീറോ പറയുന്നുണ്ട്. ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. 50 മില്യണോ എന്ന് ചോദിച്ചിട്ട് അതിലൊക്കെ ഞാൻ വോത്താണോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അതിനുള്ള യോഗ്യതയൊക്കെ നിനക്കുണ്ട്, പക്ഷെ നീ ഡെഡിക്കേറ്റഡ് ആയി തന്നെ വർക്ക് ചെയ്യണം. ഇത് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ടത് നീ തന്നെയാണ്. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം ഏറ്റെടുത്താൽ മതി. എനിക്ക് വർക്കെല്ലാം കറക്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നിന്റെ സ്റ്റഡീസും നീ മാനേജ് ചെയ്യണം. 10 വർഷത്തേക്കുള്ള ഒരു കരാറാണിത്. നിനക്ക് 10 വർഷം വരെ ഈ കമ്പനിയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുള്ള എഗ്രിമെന്റും നീ സൈൻ ചെയ്ത് തരണമെന്ന് ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. വർക്കും സ്റ്റഡീസും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയാനിട്ട് പോലും അച്ഛന്റെ സർജറി നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പണം ആവശ്യമാണല്ലോ. അതുകൊണ്ട് അവൾ ഹീറോയുടെ കണ്ടീഷന് സമ്മതിക്കുന്നുണ്ട്. ശരി, അസിസ്റ്റന്റിനോട് എഗ്രിമെന്റ് റെഡിയാക്കി നിന്റെ ക്യാബിനിൽ എത്തിക്കാൻ പറയാം. അത് സൈൻ ചെയ്ത് തിരിച്ചയച്ചാൽ മതി. 2 ദിവസത്തിന് ശേഷം ഹോങ്കോങ്ങിലേക്ക് എനിക്ക് പോകണം, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്, എന്നോടൊപ്പം നീ വരണമെന്ന് ഹീറോ പറയുന്നുണ്ട്. അത് കേട്ട് ഹീറോയിൻ സന്തോഷത്തോടെ തന്നെ അതിന് സമ്മതിക്കുന്നുണ്ട്. ക്യാബിനിലേക്ക് എത്തിയപ്പോൾ തന്നെ അസിസ്റ്റന്റ് അവൾക്ക് എഗ്രിമെന്റ് കൊണ്ട് നൽകുന്നുണ്ട്. അവൾ ആ എഗ്രിമെന്റിന്റെ ഫോട്ടോ എടുത്ത് ബോയ് ഫ്രണ്ടിന് അയച്ചു കൊടുത്ത്
കൊടുത്തതിന് ശേഷം ഇതിൽ സൈൻ ചെയ്യുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ, സൈൻ ചെയ്യട്ടെ എന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അവനും ജോലിയിൽ ബിസി ആയിരുന്നു. ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ സമയത്ത് അവന് എഗ്രിമെന്റ് നന്നായി വായിച്ചു നോക്കാൻ പോലും സാധിച്ചിരുന്നില്ല. ഇതേ സമയം തന്നെ അസിസ്റ്റന്റ് വന്ന് അവളോട് സൈൻ ചെയ്തോ എന്ന് തിരക്കുന്നുണ്ട്. വേഗം തന്നെ ഒരു മറുപടി പറയുന്ന അയച്ചുകൊണ്ട് അവൾ വീണ്ടും അവളുടെ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നത് കൊണ്ട് തന്നെ അവൻ അതിൽ സൈൻ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയുടെ കയ്യിൽ ആ കോൺട്രാക്ട് ലഭിക്കുന്നുണ്ട്. അതൊരു 10 വർഷ കോൺട്രാക്ട് ഒന്നും അല്ലായിരുന്നു, ലൈഫ് ലോങ് തന്നോടൊപ്പം തന്നെ അവൾ നിൽക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ ഹീറോ ആ എഗ്രിമെന്റ് ഒരു ലോക്കറിൽ പൂട്ടി വെക്കുന്നുണ്ട്. ഹീറോയിന്റെ കാര്യത്തിൽ ഹീറോ വളരെ പോസിറ്റീവായിരുന്നു. അവളെ ഏത് വിധേനയും തന്റേതാക്കി മാറ്റണമെന്ന് ഹീറോയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കോൺട്രാക്ട് തന്നെ ഹീറോ രൂപപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ ഹീറോയിനൊന്നും നിന്ന് തിരിയാൻ പോലും സമയമുണ്ടായിരുന്നില്ല. പഠിത്തവും ജോലിയുമായൊക്കെ അവൾ വല്ലാതെ തിരക്കുകളിൽ പെട്ടിരുന്നു. ബോയ് ഫ്രണ്ടിനെ ഒന്ന് കോൾ ചെയ്യാൻ പോലും അവൾക്ക് സമയം കിട്ടിയിരുന്നില്ല. ഒരു ദിവസം അവളുടെ ബോയ് ഫ്രണ്ട് വിളിച്ചിട്ട് പരിഭവത്തോടെ അവളോട് പറയുന്നുണ്ട്, ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, അതുപോലെ നീ മറന്നുപോയോ എന്ന്. ഞാൻ മറന്നിട്ടൊന്നുമില്ല, നിനക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്, ഇന്ന് നൈറ്റ് നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ അവൾ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അസിസ്റ്റന്റ് വഴി ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന്റെ ഇൻഫോർമേഷൻസ് എല്ലാം ലഭിച്ച ഹീറോ ആവട്ടെ ഇന്നാണ് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഇന്ന് നൈറ്റ് അവർ മീറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ ഹീറോയിൻ ഇപ്പോൾ എന്തെടുക്കുകയാണെന്ന് മനസ്സിലാക്കാനായി അസിസ്റ്റന്റിനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട്. അവളിപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ ഉടനടി തന്നെ അവൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുന്നുണ്ട്. ഒരിക്കലും അവർ വീണ്ടും കണ്ടുമുട്ടരുതെന്ന് കരുതിക്കൊണ്ട് തന്നെ ഹീറോ ആവട്ടെ ഇപ്പോൾ തന്നെ ഒരു മീറ്റിംഗ് ഉണ്ട്, എന്നോടൊപ്പം വരണമെന്ന് അവൾ എടുത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിനാവട്ടെ വല്ലാതെ വിഷമാവുന്നുണ്ട്. ഹീറോയെ നിരസിക്കാനും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾ അവനോടൊപ്പം കാറിലേക്ക് കയറുന്നുണ്ട്. കാറിൽ കയറിയ ഉടനെ തന്നെ അവൾ ബോയ് ഫ്രണ്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്. സോറിടാ, എനിക്കിന്ന് നിന്നെ വന്ന് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല, നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അവൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ എന്താ ബിസിയാണോ എന്ന് തിരക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുന്നത് നിർത്തിവെച്ചിട്ട് താൻ ബിസി ഒന്നും അല്ല എന്ന് അവൾ പറയുന്നുണ്ട്. പിന്നീട് കമ്പനിയിലേക്ക് എത്തിയ ഹീറോയിൻ വർക്ക് ചെയ്ത് അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിനെ ഹീറോയുടെ കമ്പനിയിലെ ജോലിക്ക് നിയമിക്കണമെന്ന് പറഞ്ഞ് അവളുടെ ഒരു അധ്യാപികയല്ലേ ഹീറോയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. അപ്പൊ ആ അധ്യാപികയും അധ്യാപകനും കൂടി കോൾ ചെയ്യുന്നുണ്ട്. ഹീറോയിൻ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ടെന്നും അവളെ ഭദ്രമായി നല്ല രീതിക്ക് തന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഹീറോയിൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹീറോ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് ക്ലോസ് ആയി പോയതിനു ശേഷം നിനക്ക് വേണ്ടി ഞാൻ മറ്റൊരു ലൈഫ് തന്നെ നിർമ്മിക്കാൻ പോവുകയാണ്, എന്നിട്ടും നീ എന്നെ വിട്ട് അവന്റെ അടുത്തേക്ക് പോവുകയാണോ എന്ന് അവൻ മനസ്സിലോർക്കുന്നു. ഇതേ സമയം തന്നെ അവള് ബോയ് ഫ്രണ്ടിന് കൊടുക്കാൻ വെച്ചിരുന്ന ഗിഫ്റ്റ് അവന്റെ കണ്ണിൽ പെടുന്നുണ്ട്. അതിലൊരു ചെറിയ നോട്ടും ഉണ്ടായിരുന്നു. അത് വായിച്ചു നോക്കിയപ്പോഴും അതിലുണ്ടായിരുന്ന ഷർട്ട് കണ്ടപ്പോഴും അവന് ദേഷ്യം അടക്കാനായില്ല. ആ ഗിഫ്റ്റ് ഒരിക്കലും അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ കിട്ടരുതെന്ന് തന്നെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ എനിക്ക് മാത്രമുള്ളതാണ്, നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, എന്നെ വിട്ടിട്ട് എവിടേക്കും പോകാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവളുടെ തലയിലുണ്ടായിരുന്ന ഹെയർ ബൺ ഊരി അവന്റെ കയ്യിലേക്ക് ധരിക്കുന്നുണ്ട്. അവളെ ഉണർത്താതെ തന്നെ ഹീറോ അവളുടെ അടുത്തേക്ക് ഇരുന്നതിന് ശേഷം അവളുടെ മുഖം നോക്കി അങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവളുടെ കയ്യിലേക്ക് അവൻ കൈവച്ചിട്ട്, നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, നീ അവനോടൊപ്പം പോകാനായി ഇരിക്കുകയാണോ എന്ന് അവളടുത്ത് അവൻ ചോദിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയ്ക്കുള്ള കോഫിയുമായി വരുന്ന ഹീറോയിനാവട്ടെ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ല എന്നും എന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ഗിഫ്റ്റ് കണ്ടിരുന്നോ എന്നും ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഗിഫ്റ്റോ? ഞാനൊന്നും കണ്ടിരുന്നില്ല. എന്താ, നിനക്കാരെങ്കിലും തന്ന ഗിഫ്റ്റ് ആണോ എന്ന് ഹീറോ തിരക്കുന്നുണ്ട്. അല്ല, എന്റെ ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിനു വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഗിഫ്റ്റ് ആയിരുന്നു എന്ന് ഹീറോയും പറയുന്നുണ്ട്. സാധാരണ ബോയ് ഫ്രണ്ട് ആണ് ഗേൾസിന് ഗിഫ്റ്റ്സ് ഒക്കെ കൊടുക്കുന്നത്, നീ പുതുതായിട്ടൊരു കാര്യം ചെയ്തിരിക്കുകയാണല്ലോ, നിന്റെ ബോയ് ഫ്രണ്ടിനെ പോലെ ഒരാളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടേ ഇല്ല എന്ന് ഹീറോ പറയുമ്പോൾ അവൾക്കും ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. അതിനുശേഷം ഹീറോ ആവട്ടെ ലോക്കറിൽ നിന്നൊരു ബോക്സ് എടുത്ത് അവളുടെ മുമ്പിലേക്ക് വെച്ചിട്ട്, ഇത് നിനക്കുള്ളൊരു ചെറിയ ഗിഫ്റ്റ് ആണ്, നാളെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്, അതിൽ പങ്കെടുക്കണമെന്ന് പറയുന്നുണ്ട്. എന്റെ കോസ്റ്റ്യൂം നല്ലതായിരിക്കണം, ഇതിനുള്ളിൽ ഒരു നെക്ലേസ് ആണ്, അതും ധരിച്ചു വേണം വരാമെന്ന് ഹീറോ അവളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബോസ്, ഫംഗ്ഷനെ കുറിച്ചുള്ള മറ്റു കാര്യങ്ങളും കൂടി പറഞ്ഞാൽ നന്നായി പ്രിപ്പയർ ആയിരിക്കാമെന്ന് തന്നെ അവള് പറയുന്നുണ്ട്. വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആണ്, പക്ഷെ കോർപ്പറേഷന്റെ കാര്യങ്ങളും ബിസിനസിനെ പറ്റിയൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നുണ്ട്. സോ നൈറ്റ് ആകുമ്പോഴേക്കും റെഡിയായി നിൽക്കണമെന്ന് ഹീറോ പറയുന്നുണ്ട്. അവളും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. വൈകിട്ട് അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനെ കാണുന്നുണ്ട്. സോറിടാ, ഇന്നലെ വർക്ക് കാരണം എനിക്ക് നിന്നെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, നീ എന്നോട് ക്ഷമിക്കണം, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ഡെക്കറേഷൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്, നിനക്ക് വേണ്ടി വാങ്ങി ഗിഫ്റ്റും എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, റിയലി സോറി, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവരിരുവരും ജ്യൂസൊക്കെ കുടിച്ച് സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഹീറോ അറിഞ്ഞിരുന്നു. അവൾക്ക് വേണ്ടി കൊടുക്കാൻ മറ്റൊരു ഗിഫ്റ്റ് അവൻ വാങ്ങി വെച്ചിരുന്നു. ആ ദേഷ്യത്താൽ അവൻ അത് തീയിലേക്ക് എടുത്തെറിയുന്നുണ്ട്. പിന്നീട് ഹീറോയും ഹീറോനും കൂടി ആ ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്നുണ്ട്. അവൾ ഇയറിംഗ്സ് ഒന്നും ധരിക്കാതെ വന്നിരിക്കുന്നതെന്ന് കണ്ട ഹീറോ ആവട്ടെ അവന്റെ കൈകൾ കൊണ്ട് തന്നെ അവളുടെ കാതിലേക്ക് ഇയറിംഗ്സ് ഒക്കെ ധരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കപ്പിൾസിനെ പോലെ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് കടക്കുന്നു. അവനെങ്ങനെ കയ്യിൽ പിടിച്ചേക്കുന്നതെന്നും അവൾക്ക് ഇഷ്ടമല്ല. അവളുടെ ഉള്ളിൽ വല്ലാത്ത ഭയമുണ്ടായിരുന്നു. ഈ സമയത്ത് ഹീറോ ചോദിക്കുന്നുണ്ട്, നമ്മൾ ആരെയാ മീറ്റ് ചെയ്യാൻ പോകുന്നേ എന്ന് അറിയാമോ എന്ന്.
മിസ് ലൂവിനെ അല്ലേ എനിക്ക് നല്ലവണ്ണം തന്നെ അറിയാം, അവരുടെ അല്ലേ ഈ ബർത്ത്ഡേ എന്നൊക്കെ അവള് ചോദിക്കുന്നുണ്ട്. കൊള്ളാമല്ലോ, നീ എല്ലാ കാര്യങ്ങളെയും പറ്റിയും പഠിച്ചിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നതെന്ന് തോന്നുന്നല്ലോ എന്ന് ഹീറോ പറയുമ്പോൾ, ഇല്ല, ഞാൻ അസിസ്റ്റന്റിനോട് ചോദിച്ച് കുറച്ച് കാര്യങ്ങൾ തിരക്കി വെച്ചിരുന്നു എന്ന് അവളും പറയുന്നുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടമായി, നീ നിന്റെ വർക്കിൽ നന്നായി ഡെഡിക്കേറ്റഡ് ആണെന്ന് ഹീറോ പറയുന്ന സമയത്ത് തന്നെ മിസ് ലൂ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആ ലേഡി ആവട്ടെ ഹീറോയുടെ ഗേൾ ഫ്രണ്ട് ആയിട്ട് ഹീറോയിനെ കരുതിയിരിക്കുകയായിരുന്നു. കാരണം ഹീറോയിന്റെ കഴുത്തിലുള്ള നെക്ലേസ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതാണ്. 2 വർഷത്തിന് മുമ്പ് ഒരു ലേലത്തിൽ നിന്നാണ് ഹീറോ ആ നെക്ലേസ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും ഹീറോയിൻ എന്ന് അവർ കരുതുന്നുണ്ട്. ആ സ്ത്രീ ആവട്ടെ ഹീറോയുടെ അടുത്ത് ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണെന്ന് പറയുന്നുണ്ട്. ഹീറോയ്ക്കും വർക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവര് ഹീറോയിനെ എല്ലാവരുടെ അടുത്തും കൊണ്ടുപോയി ഹീറോയുടെ ഗേൾ ഫ്രണ്ട് ആണെന്ന് പരിചയപ്പെടുത്തുന്നു. താൻ അദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ട് ഒന്നും അല്ല, അസിസ്റ്റന്റ് മാത്രമാണെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ഹീറോയിൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയിരുന്നില്ല. അവള് ഹീറോയുടെ ഗേൾ ഫ്രണ്ട് തന്നെയാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. പാർട്ടിയിൽ ഒരുപാട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചതുകൊണ്ട് തന്നെ ഹീറോയിന് വല്ലാത്ത അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഒന്ന് റെസ്റ്റ് എടുക്കാനായും റെസ്റ്റ് റൂം യൂസ് ചെയ്യാനായും ഹീറോയിൻ അവിടെയുള്ള മുറികളൊക്കെ തിരഞ്ഞു നടക്കുകയായിരുന്നു. അങ്ങനെ യാദൃശികമായി അവള് മുറി അന്വേഷിച്ചു വരുന്ന സമയത്ത് ആ മോഡലും ഹീറോയുമായിട്ടുള്ള സംസാരം കേൾക്കാനിടയാവുന്നു. ആ പെൺകുട്ടിയാവട്ടെ ഹീറോയെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹീറോ അവളെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. സോറി, ഞാൻ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്തതിന്. നിങ്ങളോടൊപ്പം ഒരു പെൺകുട്ടി വന്നല്ലോ, അവളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ആ മോഡൽ തിരക്കുന്നുണ്ട്. അതെ, എനിക്ക് ആ പെൺകുട്ടി ഇഷ്ടമാണെന്ന് ഹീറോ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട ഹീറോയിനാവട്ടെ മോഡലിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെ ഇഷ്ടമാണെന്ന് ഹീറോ കള്ളം പറഞ്ഞു എന്നാണ് അവൾ കരുതിയിരുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോ അവളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഹായ് ബോസ്, അത് പിന്നെ എന്നവള് വളച്ചൊടിച്ച് പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും, നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഞാൻ വെറുതെ ഇതുവഴി വന്നെയാണ്, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും ഞാൻ കേട്ടിട്ടില്ല എന്നവൾ അവനോട് പറയുന്നുണ്ട്. ഹീറോ ആവട്ടെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. നീ ഇങ്ങോട്ട് നോക്കിക്കേ, ഞങ്ങൾ തമ്മിലേക്ക് യാതൊരു ബന്ധവുമില്ല, ജസ്റ്റ് ആ പെൺകുട്ടിയോട് ഞാനൊന്ന് സംസാരിച്ചേ ഉള്ളൂ എന്ന് ഹീറോ പറയുമ്പോൾ, അതിന് പ്രശ്നമൊന്നുമില്ല സാർ, ഇത് നിങ്ങളെ പോലുള്ള റിച്ച് ആൾക്കാരുടെ ഇടയിലുള്ള കാര്യങ്ങളല്ലേ, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് അവള് പറയുന്നുണ്ട്. നിനക്ക് ജലസായില്ലേ? ഞാനിതിനെ ജലസാവുന്നേ. ഒരു പക്ഷേ നിന്റെ ബോയ് ഫ്രണ്ട് ഒരുപാട് പെൺകുട്ടികളോട് സംസാരിക്കുന്ന കണ്ടാൽ നിനക്ക് ദേഷ്യം വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, തീർച്ചയായും ഞാൻ ദേഷ്യപ്പെടും. അപ്പോൾ നിന്റെ ബോയ് ഫ്രണ്ട് ആണെങ്കിൽ നീ ദേഷ്യപ്പെടും, എന്നോട് നീ ദേഷ്യപ്പെടില്ല. സാർ, നിങ്ങൾ വളരെ റിച്ചാണ്, എന്റെ ബോയ് ഫ്രണ്ട് ഒരു പാവപ്പെട്ടവനാണ്. ഇതില് റിച്ച് എന്നോ പാവപ്പെട്ടവനെന്നോ എന്നൊന്നുമില്ല, ലവ് മാത്രമേ ഉള്ളൂ, അതോടൊപ്പം ഉണ്ടാവുന്ന ജലസിയും എന്നും പറഞ്ഞ് ഹീറോ ഡയറക്റ്റായി അവളെ കിസ് ചെയ്യുന്നു. അവനിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഒരിക്കലും ഹീറോയിൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ വല്ലാതെ പതറിപ്പോകുന്നുണ്ട്. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഹീറോയിന്റെ മൈൻഡ് വോയിസ് വെച്ചായിരുന്നല്ലോ തുടങ്ങിയിരുന്നത്. ഇതുവരെ നമ്മൾ കണ്ടത് അവർക്കിടയിൽ ഈ കാലയളവിൽ നടന്ന ഫ്ലാഷ് ബാക്ക് ആണ്. നീ എന്റേത് മാത്രമാണ്, എന്നോടൊപ്പം തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞ് ഹീറോ ആ നിമിഷത്തിൽ തന്നെ അവളെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ദേഷ്യം വന്ന ഹീറോയിൻ അവന്റെ കരണത്തൊരടി കൊടുക്കുന്നുണ്ട്. ചെരുപ്പ് പോലും എടുക്കാതെ അവൾ അവിടെ നിന്ന് ഓടി ഒരു മുറിയിലേക്ക് പോയി വാതിലടയ്ക്കുന്നു. ഹീറോ അവിടെ അവളുടെ ചെരുപ്പ് എടുത്തുകൊണ്ട് അവളുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. ഹീറോയിൻ അവിടെ ഇരുന്ന് ഒരുപാട് കരയുന്നുണ്ട്. ഹീറോ വാതിലിന് തട്ടിയിട്ട് പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞാണ്, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്, എൻ്റെ എല്ലാ സ്വത്തുവകകളും ഞാൻ നിന്റെ പേരിൽ എഴുതി തന്നേക്കാം, പ്ലീസ് നീ വാതിലൊന്ന് തുറക്ക് എന്ന് പറയുമ്പോൾ ഹീറോയിൻ വാതിൽ തുറക്കുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ പണമോ സ്വത്തുവകളോ ഒന്നും ആവശ്യമില്ല, ഇതോടെ ഇത് അവസാനിച്ചു, ഞാൻ ഇനി നിങ്ങളുടെ കമ്പനിയിൽ വർക്ക് ചെയ്യില്ല എന്നവൾ പറഞ്ഞപ്പോൾ, അത്ര പെട്ടെന്നൊന്നും ഈസിയായി എവിടെ നിന്ന് പോകാമെന്ന് വിചാരിക്കാതെ, ഞാൻ നിന്റെ കൂടെ റൂഡായി നടന്നു എന്നുള്ളത് ശരിയാണ്, നിന്നോട് മോശമായി ഞാൻ പെരുമാറിയിട്ടില്ല, ആദ്യം നീ ഷൂ ധരിക്കൂ അല്ലെങ്കിൽ നിന്റെ കാല് വേദനിക്കുമെന്ന് പറഞ്ഞ് ഹീറോ തന്നെ അത് അവളുടെ കാലിലേക്ക് ധരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നാൽ ഹീറോയിനാവട്ടെ അവളുടെ മനസ്സ് മുഴുവൻ അവൻ അവളെ കിസ് ചെയ്ത് രംഗം തന്നെയായിരുന്നു. തനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമല്ലേ അവൻ ചെയ്തേ എന്ന് ഓർത്തിട്ട്, നിനക്ക് എൻ്റെ മേലിൽ ഫീലിങ്സ് ഇല്ലെങ്കിലും എനിക്ക് നിന്റെ മേലിലുള്ളത് ട്രൂ ആയിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ്, അത് അടുത്ത് തന്നെ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ഹീറോയിൻ അവിടെ ഡോർ ലോക്ക് ചെയ്ത് അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. പിറ്റേ ദിവസം അവൾ അവളുടെ ബോയ് ഫ്രണ്ടിനോടൊപ്പം പോവുകയാണെന്നും പറഞ്ഞ് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങുന്നുണ്ട്. ഹീറോ പിന്നാലെ ചെന്ന് തന്നോടൊപ്പം വരാനായി കെഞ്ചുന്നുണ്ടെങ്കിലും അവളതൊന്നും വകവെച്ചു കൊടുത്തില്ല. ബോയ് ഫ്രണ്ട് ആവട്ടെ അവളെ കണ്ടയുടനെ തന്നെ കൈവീശി കാണിക്കുന്നുണ്ട്. അവളാണെങ്കിൽ ഓടി ചെന്നവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ കാഴ്ച കണ്ട ഹീറോയ്ക്ക് വലുത് ടെൻഷനും ദേഷ്യവും വരുന്നുണ്ട്. ഉടനടി തന്നെ അസിസ്റ്റന്റിനോട് അവരിരുവരെയും ഫോളോ ചെയ്ത് പോകാൻ ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് അവന്റെ വീട്ടിലേക്കാണ് അവളെ കൊണ്ടുപോയിരുന്നത്. അവളുടെ ബോയ് ഫ്രണ്ട് ആവട്ടെ അവൾക്ക് വേണ്ടി ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുതൽ ഞാൻ ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്, അതിനെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഇതിനിപ്പോ എന്താ, എനിക്ക് നിന്നോടൊപ്പം ഉള്ളത് സന്തോഷമുള്ള കാര്യമാണെന്ന് അവളുടെ ബോയ് ഫ്രണ്ടും പറയുന്നുണ്ട്. എന്തായാലും ഇരുവരും ഒരുമിച്ച് താമസിക്കേണ്ടവരല്ലേ, കുറച്ചു മുമ്പായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ അവരിരുവരെ നിരീക്ഷിച്ചുകൊണ്ട് പുറത്ത് തന്നെ കാറിൽ വെയിറ്റ് ചെയ്യായിരുന്നു. വളരെയധികം ടെൻഷനും ദേഷ്യവും വന്ന് അവനാവട്ടെ ഒരു സിഗരറ്റ് എടുത്ത്
വായിലേക്ക് വെച്ച് ലൈറ്റർ കത്തിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അത് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അതേസമയം തന്നെ അവർ ലൈറ്റ് ഓഫ് ആക്കുകയും ചെയ്യുന്നു. ഇതും കൂടെ കണ്ടപ്പോൾ അവന് വല്ലാതെ ദേഷ്യമാവുന്നുണ്ട്. അതിനിടെ തന്നെ ഹീറോ ആവട്ടെ ഇതിനപ്പുറം അവരെ വിട്ടുകൂടാന്ന് കരുതിക്കൊണ്ട് തന്നെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ ഇപ്പോൾ തന്നെ ഈ സെറ്റ് വിട്ട് ഒരുപാട് അകലത്തേക്ക് തന്നെ പറഞ്ഞയക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിന് എന്ത് മാർഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല എന്നും പറയുന്നു. ഇതേ സമയം ഹീറോയിനാവട്ടെ അവളുടെ ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവനെ എന്നും കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷെൻഹായിൽ തന്നെ വന്ന് സെറ്റിലാവാൻ തീരുമാനിച്ചതെന്നും ഇനി മുതൽ എപ്പോഴും നിന്നെ കാണാൻ സാധിക്കുമല്ലോ, നിന്നോടൊപ്പം താമസിക്കാൻ സാധിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരിരുവരും വല്ലാതെ സന്തോഷപ്പെടുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന് കോള് വരുന്നുണ്ട്. അവന് ഒരു ജോലി സംബന്ധമായിട്ട് കുറച്ച് അകലേക്കുള്ള ഒരു സിറ്റിയിലേക്ക് പോകണമെന്നാണ് അവന്റെ സുപ്പീരിയർ വിളിച്ചു പറഞ്ഞിരുന്നത്. കുറച്ചാൾ അവിടെ സ്റ്റേ ചെയ്യുകയും വേണം. ഈ വിവരം അറിഞ്ഞ ഹീറോയിന് വല്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്. നിന്നോടൊപ്പം താമസിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ഇവിടേക്ക് വന്നത്, എന്നിട്ട് നീ ഇപ്പോൾ എന്നെ പറഞ്ഞയക്കുകയാണോ ചോദിക്കുമ്പോൾ നീ താമസിക്കുന്ന സ്ഥലം വളരെ നല്ലതാണ്, പ്ലീസ് ഞാൻ വരുന്നവിടം വരെ നീ എവിടെ നിന്ന് സ്റ്റേ ചെയ്യുമെന്ന് പറഞ്ഞ് അവൾക്ക് ഫുഡൊക്കെ അവൻ വായിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവൾ പരിഭവത്തിലിരിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ലീസ് ക്യാൻസൽ ചെയ്തിട്ടാണ് പോകുന്നത്, അതുകൊണ്ട് നീ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പോവാൻ നോക്ക്, എന്തായാലും ഇവിടെ താമസിക്കാൻ സാധിക്കില്ലല്ലോ. ഹീറോയിനെ അവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വല്ലാതായിരുന്നു. നീ താമസിക്കുന്ന സ്ഥലം എത്രയോ നല്ലതാണ്, ഇങ്ങനെ ഒരിടത്ത് താമസിക്കാനാണോ നിനക്ക് ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അവളെ ദേഷ്യത്തോടെ തന്നെ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവൾ എന്തായാലും വീട്ടിലേക്ക് തിരിച്ചെത്തുമെന്ന് ഹീറോയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ട് അവളെ വെയിറ്റ് ചെയ്ത് ഹീറോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്ര നേരം എവിടെ പോയിരുന്നയാണെന്ന് ഹീറോ അവളുടെ അടുത്ത് തിരക്കുന്നുണ്ട്. എനിക്കൊരു അർജന്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ, അതിനെ പോയിരുന്നയാണെന്ന് അവൾ പറയുന്നുണ്ട്. നാളെ ഞാൻ റിസൈൻ ചെയ്യാനിരിക്കുകയാണെന്നും അവൾ പറയുന്നു. നിനക്ക് എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല, നീ ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളൂ, ഞാൻ എന്തായാലും ഇങ്ങോട്ടേക്ക് വരില്ല, ഞാൻ വരുന്നതല്ലേ നിനക്ക് പ്രശ്നം, ഇനി എന്റെ പെൻഡന്റ് ഇഞ്ഞ് തന്നേക്കെന്ന് പറഞ്ഞ് ഹീറോ അവളുടെ കയ്യിൽ നിന്ന് ആ പെൻഡന്റ് വാങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇതെന്തൊക്കെയായി കാണിക്കുന്നതെന്ന് ഹീറോയിൻ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടെങ്കിലും ഇത് നിന്റെ തന്നെയാണോ എന്ന് നീ ആദ്യം ഒന്ന് സൂക്ഷിച്ചു നോക്കുന്ന ഒരു ഭ്രാന്തമായ രീതിയിൽ പറഞ്ഞിട്ട് ഹീറോ ആ പെൻഡന്റ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവൻ ഇങ്ങനെ പെരുമാറിയെന്ന് ഹീറോയിന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ എത്ര നന്നായിട്ടാണ് നിന്നോട് പെരുമാറിയത്, എന്നിട്ട് നീ എന്നെ വിട്ടു പോകണമെന്നാണോ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഹീറോ പറയുന്നുണ്ട്. ഈ വീടിന്റെ എന്റെ ഫിംഗർ പ്രിന്റ് ഞാൻ മാറ്റിയിട്ടുണ്ട്, നീ ഇവിടം വിട്ടു പോകേണ്ട യാതൊരു ആവശ്യവുമില്ല, ഇവിടെ നീ സന്തോഷത്തോടെ ഫ്രീ ആയി തന്നെ ഇരുന്നു, നിന്നെ ശല്യം ചെയ്യാനായി നീ വിളിച്ചാൽ പോലും ഞാൻ ഇവിടേക്ക് വരില്ല, ദയവ് ചെയ്ത വർക്ക് വിട്ടിട്ട് നീ പോകരുത്, അത് നിനക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം, നിന്റെ അധ്യാപികയ്ക്ക് ഞാൻ വാക്കു കൊടുത്തതാണ് നിന്നെ നന്നായി നോക്കിക്കോളാമെന്ന്, അതുമാത്രമല്ല ഒരു 3-4 ദിവസത്തേക്ക് ഞാൻ ഇവിടെ കാണില്ല, വർക്ക് സംബന്ധമായി എബ്രോഡിലേക്ക് പോവുകയാണ്, നീ സേഫായി ഹാപ്പിയായി തന്നെ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടം വിട്ട് പോകുന്നുണ്ട്. അതിനുശേഷം ഹീറോ അവന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിനെ നാട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പറഞ്ഞു വിട്ടു സാർ, നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട എന്ന് പറയുമ്പോൾ തന്നെ ഹീറോയിന്റെ ഹെയർ ബാൻഡ് വെച്ച് അവളെ കുറിച്ച് തന്നെ ആലോചിക്കുന്നുണ്ട്. ഹീറോയിനാവട്ടെ തിരിച്ചവളുടെ പേരൻസിനെ കാണാനായി പോയിരുന്നു. അവളെ കണ്ട അമ്മ വല്ലാതെ ഹാപ്പി ആവുന്നുണ്ട്. നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്, ഞാനും നിന്റെ അച്ഛനും കൂടി മൗണ്ടനിലേക്ക് പോയി ഉരുളക്കിഴങ്ങ് വിളവെടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഹീറോയിനും അതിന് ഓക്കെ പറയുന്നുണ്ട്. അവർ അവിടെ നിന്ന് പോയതിനു ശേഷം ഫ്രിഡ്ജിനുള്ളിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിക്കാനായി അവൾ തുടങ്ങുന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിന്റെ മുകളിലിരുന്ന ഒരു കവർ അവളുടെ കൈ തട്ടി താഴേക്ക് വീഴുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ അവളുടെ അച്ഛന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഒക്കെ ആയിരുന്നു. അത് കണ്ടപ്പോൾ അച്ഛൻ്റെ അവസ്ഥ വളരെ ഗുരുതരമാണെന്ന് തന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് അവൾക്ക് തീരെ അറിയില്ലായിരുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ അച്ഛനും അമ്മയും മടങ്ങിയെത്തുന്നുണ്ട്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഈ സമയം അവൾ അടുത്തില്ലാത്തതിന്റെ വിഷമം അവളുടെ അച്ഛൻ പറയുന്നുമുണ്ട്. ഇത്രയും നാളും അസുഖത്തിന്റെ കാര്യം തന്നെ നിന്ന് മറച്ചു വെച്ച് എന്തിനാണെന്ന് ചോദിച്ചുകൊണ്ട് അവൾ കുറേയധികം പണം അവളുടെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും പണം എവിടെ നിന്നാണെന്ന് അവളുടെ അമ്മ തിരക്കുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് തന്നെ അർജന്റ് സർജറി നടത്തണമെന്നും അതിന് മതിയായ പണം എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തി നൽകാമെന്നും അവൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അച്ഛനെയും അമ്മയും നല്ല രീതിക്ക് നോക്കിക്കൊള്ളാമെന്നും അവൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടപ്പോൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. തന്റെ മകൾ എത്ര ഗൗരവത്തോടെയും കാര്യപ്രാപ്തിയോടെയാണ് പെരുമാറുന്നത് എന്ന് കണ്ടിട്ട്. അതിനുശേഷം ഹീറോയിൻ ഓഫീസിലേക്ക് പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ മാനേജർ വന്നിട്ട് അവൾ ട്രാൻസ്ഫർ ഫോമിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നല്ലോ, അതിന്റെ ഫോംസ് ആണ് സൈൻ ചെയ്ത് നൽകാനായി ആവശ്യപ്പെടുന്നുണ്ട്. മാനേജറോട് ക്രിസ് എവിടെയാണെന്ന് അവളെ തിരക്കുന്നുണ്ട്. ഒരു ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാണ്. അപ്പോൾ തന്നോട് 3-4 ദിവസത്തേക്ക് അവൻ ഇവിടെ കാണില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് മനസ്സിലോർത്ത ഉടനെ അവൾ പറയുന്നുണ്ട് ഈ പേപ്പേഴ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചോളാമെന്ന്. പിന്നീട് ഹീറോ അവന്റെ അസിസ്റ്റന്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ നന്നായി തന്നെ പ്രോജക്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അസിസ്റ്റന്റ് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഹീറോയിന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം എന്തായി എന്നൊക്കെ തിരക്കുന്നുണ്ട്. അതെല്ലാം സാറ് പറഞ്ഞതുപോലെ ചെയ്തിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് പറയുന്നുണ്ട്. പിന്നീട് പിറ്റേ ദിവസം ഹീറോയിൻ കമ്പനിയിലെ ലിഫ്റ്റിലേക്ക് കയറുന്ന സമയത്ത് തന്നെ ഹീറോ അവളുടെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് അതിശയത്തോടെ തന്നെ നിങ്ങൾ എപ്പോൾ എത്തിയെന്ന് അവള് ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവള് കുറച്ച് പതർച്ചയോടെ നീങ്ങി നിൽക്കുന്നുണ്ട്.
അവള് അവനോടൊപ്പം കയറാൻ താല്പര്യമില്ലാതെ തന്നെയാണ് ലിഫ്റ്റിലേക്ക് കയറിയത്. വളരെ നെർവസായി അവൾ തലമുനിച്ച് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, നിന്റെ വർക്ക്സും പ്രോജക്റ്റും സ്റ്റഡീസും എല്ലാം നല്ലപോലെ തന്നെ പോകുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നന്നായി അന്വേഷിച്ചിരുന്നു. റിസർച്ച് ഒക്കെ ചെയ്യാനായിട്ട് മറ്റൊരിടത്തേക്ക് നീ പോയേ മതിയാവൂ. അതുകൊണ്ട് അതിനുശേഷം നിനക്ക് എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാൻ. ഒരിക്കലും ഞാൻ അതിൽ ഇന്റർഫിയർ ചെയ്യില്ല. നിന്റെ കരിയറാണ്, നിന്റെ തീരുമാനങ്ങളാണെന്നൊക്കെ ഹീറോ പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ ശാന്തമായി തന്നെ അതൊക്കെ കേട്ടുകൊണ്ട് വന്ന് ലിഫ്റ്റ് തുറന്നപ്പോൾ ഒന്നും പറയാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ഈ സമയം ഹീറോയിൻ ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് വരുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് ആ പെൺകുട്ടിയുമായിട്ടുള്ള ചില പ്രൈവറ്റ് ഫോട്ടോസ് ഒക്കെ അതിലുണ്ടായിരുന്നു. നീ കരുതുന്ന പോലെ അത്ര നല്ലവനൊന്നുമല്ല നിന്റെ ബോയ് ഫ്രണ്ട്, അവനിപ്പോൾ എന്നോടൊപ്പം ഉള്ളേ എന്ന് പറഞ്ഞ പെൺകുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ കറക്റ്റായിട്ട് ഹീറോ അവളുടെ പിന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് പരിഭ്രാന്തയായി അവളുടെ കയ്യിൽ നിന്ന് ഫോൺ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇത് നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ച് ഹീറോ നിലത്ത് നിന്ന് ഫോൺ എടുക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മെസ്സേജസ് നോക്കുന്നുണ്ട്. അവനിപ്പോൾ എന്നോടൊപ്പമാണ് ഉള്ളതെന്നും ഞാൻ പ്രഗ്നന്റ് ആണെന്ന് നോക്കിയ പെൺകുട്ടി മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതും കൂടി കണ്ടപ്പോൾ ഹീറോയിന് സഹിക്കാനായില്ല. വിഷമവും ദേഷ്യമൊക്കെ വന്ന അവളുടെ ബോയ് ഫ്രണ്ടിനെ ഉടനടി വിളിക്കുന്നുണ്ട്. ബോയ് ഫ്രണ്ട് ആവട്ടെ ആ പെൺകുട്ടിയുമായി റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഫോണിലൂടെ ആ പെൺകുട്ടിയുടെ ശബ്ദമൊക്കെ ഹീറോയിൻ കേട്ടിരുന്നു. അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ അവളോടൊപ്പം തന്നെയാണ് ഉള്ളതെന്നും. ഫോൺ എടുത്ത ഉടനെ തന്നെ ഹീറോയിൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഞാനൊന്നും മനസ്സിലാക്കില്ല എന്ന് നീ കരുതിയോ? നീ എന്നെ ചതിക്കുമല്ലായിരുന്നു. ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇല്ല, ഇതോടെ അവസാനിച്ചു. നിന്റെ മുഖം പോലും എനിക്കിനി കാണണ്ട എന്ന് പറയുമ്പോൾ നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഇത് വേറെയാണ് കാര്യം. ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്നവൻ പറയുമ്പോൾ അവള് പെട്ടെന്ന് ദേഷ്യത്തോടെ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തില്ല. ഈ സമയത്തൊക്കെ അവർ തമ്മിലുള്ള ചെറിയ മൊമെന്റ്സ് ഒക്കെ അവളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്തിനാണ് തന്നെ ചതിച്ചെന്ന് ചോദിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. ഇതേ സമയം തന്നെ ഹീറോ അവളുടെ അടുത്തേക്ക് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നു. നീ ഇങ്ങനെ കരയേണ്ട യാതൊരു കാര്യവുമില്ല. നിന്നെ വേണ്ടാത്തൊരുത്തനു വേണ്ടി നീ ഇങ്ങനെ കരയേണ്ട ആവശ്യം എന്താ? എന്തായാലും ഇപ്പോഴെങ്കിലും അവന്റെ തനിനിറം മനസ്സിലായില്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹീറോ അവളെ സമാധാനപ്പെടുത്തുന്നു. അവളെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഹീറോ ലൈറ്റ് ആയിട്ട് സ്മൈൽ ചെയ്യുന്നുണ്ട്. കാരണം തന്റെ റൂട്ട് ക്ലിയർ ആയല്ലോ എന്ന് ഓർത്തിട്ട് ഹീറോ അവളെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൾക്ക് വെള്ളമൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. അവൾ ഈ സമയമെല്ലാം കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. എന്ത് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തണമെന്ന് ഹീറോയ്ക്കും അറിയില്ലായിരുന്നു. ബോയ് ഫ്രണ്ട് എപ്പോഴും തന്നോട് നല്ല രീതിയിലാണ് പെരുമാറിയിരുന്നെന്നും താൻ പറയുന്ന സാധനങ്ങളൊക്കെ അവൻ വാങ്ങി നൽകിയിരുന്നു എന്നും അവന് വേണ്ടിയിട്ടാണ് ഷെൻഹായിൽ വന്ന് സെറ്റിലായി ഒരുമിച്ച് സന്തോഷകരമായ ഒരു ലൈഫ് നയിക്കണമെന്നാണ് കരുതിയിരുന്നത് എന്നൊക്കെ ഹീറോയിൻ അവനോട് വളരെയധികം വിഷമത്തോടെ തന്നെ പറയുന്നുണ്ട്. ഒരിക്കലും അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് കരുതിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹീറോയിൻ കരയുന്ന കണ്ടപ്പോൾ അവൻ ടിഷ്യൂ ഒക്കെ എടുത്തു നൽകുന്നുണ്ട്. ഇതൊന്നും വേണ്ട, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിൻ മുറിയിലേക്ക് പോകാൻ പോകുന്നുണ്ടെങ്കിലും അവൾ സ്ലിപ്പായി വീഴുന്ന കണ്ടുകൊണ്ട് ഹീറോ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. അങ്ങനെ അവരിരുവരും ഒരുമിച്ച് സോഫയിലേക്ക് വീഴുകയും യാദൃശികമായി കിസ് ചെയ്യുകയും ചെയ്യുന്നു. ഹീറോയിൻ ഇന്ന് സ്റ്റക്കായി പോയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുന്നുണ്ട്. ഹീറോ വളരെ ഹാപ്പി ആയിരുന്നു, തന്റെ റൂട്ട് ക്ലിയർ ആയല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിറ്റേ ദിവസം എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടാണ് ഹീറോയിൻ കണ്ണുകൾ തുറന്നത്. താഴ്ച നിന്ന് നോക്കിയപ്പോഴോ ഹീറോ അവിടെ അവൾക്ക് വേണ്ടി കുക്ക് ചെയ്യുകയായിരുന്നു. നിങ്ങൾ ഇതുവരെ ഇവിടെ നിന്ന് പോയില്ലേ എന്ന് അവൾ ചോദിക്കുമ്പോൾ ഇല്ല, നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ഫേവറേറ്റ് ഡിഷ് കുക്ക് ചെയ്യുകയാണെന്ന് അവൻ പറയുന്നു. അതിന് എൻ്റെ ഫേവറേറ്റ് ഡിഷിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ ചോദിക്കുമ്പോൾ അന്ന് നീ തന്നെയല്ലേ എനിക്ക് കുക്ക് ചെയ്ത് തന്നിട്ട് അതിൻ്റെ റെസിപ്പീസ് ഒക്കെ പറഞ്ഞു തന്നത്, അതുപോലെ ചെയ്തതാണ്. എന്തായാലും നീ ഉദ്ദേശിക്കുന്ന പോലെ ടേസ്റ്റ് ഒന്നും കാണില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ഹീറോ പറയുന്നുണ്ട്. ഹീറോയിൻ അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. അവൾക്ക് വല്ലാത്ത ആശ്വാസം അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളെങ്കിലും തന്നോടൊപ്പം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഒരു ഫ്രണ്ടായിട്ട് എന്നെ കാണാമല്ലോ. നിനക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് എന്നോട് തുറന്നു പറയാം. ഞാൻ നിന്നെ നന്നായി കെയർ ചെയ്യുന്നതായിരിക്കുമെന്നൊക്കെ ഹീറോ പറയുന്നത് കേട്ടപ്പോൾ അവൾക്ക് വല്ലാതെ ആശ്വാസം തോന്നുന്നുണ്ട്. നീ ഫുഡൊക്കെ കഴിച്ചിട്ട് വാ, നമുക്ക് പുറത്തൊന്ന് നടന്നിട്ട് വരാം, അപ്പോൾ നിന്റെ മൈൻഡ് കുറച്ച് റിലാക്സ് ആവുമെന്ന് പറഞ്ഞ് അവൻ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അങ്ങനെ ഒരു നടക്കുന്ന സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നോട് ഇത്രയും നല്ല രീതിയിൽ പെരുമാറുന്നേ എന്ന്. അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, എന്റെ പ്രൊഫസർ നന്നായി നോക്കണമെന്ന് പറഞ്ഞല്ലേ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ച്, അതുകൊണ്ടാണെന്ന് ഹീറോ പറയുന്നു. ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് മെഡിസിനൽ പ്ലാന്റ്സ് ഹീറോയിന്റെ കണ്ണിൽ പെടുന്നുണ്ട്. അവൾക്ക് അതൊക്കെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇതൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോക്കോട്ടെ എന്ന് ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്കും ഈ പ്ലാന്റ്സിനെയൊക്കെ പറ്റി നന്നായി അറിയാമായിരുന്നു. അവളും ഹീറോയും ഒരുമിച്ച് ആ വില്ലേജിൽ തന്നെയല്ലേ വളർന്നത്. ഹീറോയും ആ പ്ലാന്റ്സ് ഒക്കെ ശേഖരിക്കാനായി അവളെ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം അതൊക്കെയായി വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഹീറോയിൻ വീഴാൻ പോകുന്നുണ്ട്. ഹീറോ അവളെ സേവ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഹീറോയുടെ കൈക്ക് അതുവഴി പരിക്കേൽക്കുകയും ഹീറോയിന്റെ കാലൊടുകയും ചെയ്തിരുന്നു. ഡോക്ടർ വന്ന് അവളുടെ കാലൊക്കെ ഡ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ അസിസ്റ്റന്റ് അവിടേക്ക് എത്തി എന്ത് പറ്റിയെന്ന് തിരക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വീണതേ ഉള്ളൂ, മറ്റു കുഴപ്പമൊന്നുമില്ല, അവളുടെ കാലിന് ചെറിയ ഒടിവ് സംഭവിച്ചു എന്ന് പറഞ്ഞ് അവളെ വീൽ ചെയറിൽ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പുറത്തേക്കെത്തിയ ഹീറോയിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾ എങ്ങനെയും പിടിച്ചെഴുന്നേൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഹീറോ അവളെ അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. ഇതൊന്നും വേണ്ട, ഞാൻ തന്നെ എങ്ങനെയും നടന്നോളാം എന്നവൾ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമില്ല, ഞാൻ നിന്നെ നല്ലപോലെ നോക്കിക്കോളാമെന്ന് വാക്ക് കൊടുത്തതാണ് നിന്റെ പ്രൊഫസറിനെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവളെ എടുത്തുകൊണ്ട്
പോയി വീട്ടിലെ അവളുടെ മുറിയിൽ കൊണ്ടുചെന്നിരുത്തുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിൻ അവന്റെ കയ്യിലെ മുറിവ് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള വിവരം മനസ്സിലാക്കുന്നത്. ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഒരു ചെറിയ മുറിവല്ലേ എന്ന് പറഞ്ഞ് ഹീറോ അതിനെ തള്ളിക്കളയുന്നുണ്ട്. ഈ സമയം തന്നെ ഹീറോയിൻ ആവട്ടെ അവളുടെ ബോയ് ഫ്രണ്ട് മൊത്തമുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സൈക്കിളിൽ പോകുന്ന വഴിക്ക് സൈക്കിൾ മറിയുകയും അവളുടെ ബോയ് ഫ്രണ്ടിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഹീറോയിൻ അന്ന് നല്ല മുറിവുകൾ തന്നെ സംഭവിച്ചിരുന്നു. പക്ഷെ അവളെ ഒന്ന് കെയർ പോലും ചെയ്യാതെ അവൻ സൈക്കിളിന് കേടുപാടുകൾ പറ്റിയതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഓർത്തെടുത്ത ഹീറോ എത്രത്തോളമാണ് തന്നെ കെയർ ചെയ്യുന്നതെന്ന് ആലോചിക്കുന്നുണ്ട്. അവൾക്ക് ചെറിയൊരു സ്നേഹം അവനോട് തോന്നുകയും ചെയ്യുന്നു. അവൾ അവന്റെ മുറിവിലെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇത് ചെറിയൊരു മുറിവാണ്, കുഴപ്പമില്ല, നീ നിന്റെ കാല് നന്നായി നോക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവൾക്ക് പുതപ്പൊക്കെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഹീറോയിൻ അവന്റെ മേലിൽ ഇഷ്ടം തോന്നുകയും അവനെ ലവ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം വളരെ പാടുപെട്ട് തന്നെയാണ് അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത്. നിന്നോട് മുറിയിലിരുന്ന് റെസ്റ്റ് എടുക്കാനല്ലേ പറഞ്ഞത്, നീ ഇതിനെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ എന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഇന്നലെ കൊണ്ടുവന്ന ആ മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ ഉണക്കി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ അഴുകിപ്പോവും. ഈ ആവശ്യപ്പെട്ട കാര്യം ഞാൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ അവിടെ ആ ചെടികളൊക്കെ ഇതിനോടൊക്കെ തന്നെ ഉണക്കിയിരുന്നു. അതവളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഹീറോയുടെ പെൻഡന്റിലും ഹീറോയിൻ ലീവ്സ് ഒക്കെ വെക്കുന്നുണ്ട്. അതൊരു മെഡിസിനൽ പ്ലാന്റ് ആണെങ്കിലും നല്ല സ്മെല്ലാണ്. ഹീറോയിൻ ആവട്ടെ അവള് ചെറിയ ചെറിയ ചെടികളൊക്കെ നട്ടിരുന്നല്ലോ, അതിനകത്തൊക്കെ ഈ പ്ലാന്റ്സിന്റെ ഇലയും തണ്ടും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയുടെ ആ പെൻഡന്റ് ഉണ്ടല്ലോ, അതിലും അവൾ ആ ലീവ്സും സ്റ്റെംസും ഒക്കെ വെക്കുന്നുണ്ട്. അതിനൊരു സ്മെല്ലുണ്ടല്ലോ. ഹീറോയുടെ അടുത്തേക്ക് ആ പെൻഡന്റ് കൊണ്ടുപോയിട്ട് ഈ സ്മെല്ല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സ്മെല്ല് ലഭിക്കുമ്പോൾ തന്നെ ഗ്രാമത്തിലെ മലനിരകളിലേക്ക് പോയതുപോലെ തോന്നുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. ഹീറോയിൻ സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ സിറ്റിയിലല്ലേ വളർന്നത്, പിന്നെ ഇങ്ങനെ മലനിരകളിലെ സ്മെല്ലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന്. അതൊക്കെ എനിക്കറിയാമെന്ന് ഹീറോ പറയുമ്പോൾ, അങ്ങനെയാണോ? ഈ പെൻഡന്റും അതുപോലെ തന്നെ ഈ മെഡിസിനൽ പ്ലാന്റ്സും എനിക്ക് വളരെ ഇഷ്ടവും ഇമ്പോർട്ടന്റുമാണ്. ഈ പെൻഡന്റ് ഷെൻ ഫാമിലിയിലെ ഷെന്നിന്റെയാണ്. അയാളുടെ അമ്മയിൽ നിന്നാണ് തന്റെ അമ്മയ്ക്ക് ഇത് ലഭിച്ചതെന്നും അവൾ പറയുന്നുണ്ട്. ചെന്നാവട്ടെ എന്നെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുണ്ടെന്നും അവൾ പറയുന്നുണ്ട്. നീ ഇപ്പോൾ പറഞ്ഞ ചെന്നി ഞാൻ തന്നെയാണെന്ന് ഹീറോ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയൊക്കെ കേട്ടിട്ടും താനാണ് ചെന്നെന്നുള്ള സത്യം ഹീറോ അവളടുത്ത് തുറന്നു പറയാതെ നിശബ്ദമായി നിന്നു. ഈ സമയത്ത് തന്നെ ഹീറോ അവളടുത്ത് ചോദിക്കുന്നുണ്ടോ, നീ വെക്കേഷൻ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന്. ഇല്ല എന്ന് ഹീറോയിനും പറയുന്നുണ്ട്. അതിനുശേഷം ഹീറോയിന് ഹോസ്പിറ്റലിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. അവൾക്ക് കാല് വയ്യല്ലോ, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഇതേ സമയം തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് അവളെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ഹീറോ ബില്ലടയ്ക്കാൻ പോയ സമയം കൊണ്ടാണ് അവളുടെ ബോയ് ഫ്രണ്ട് അവളുടെ അടുത്ത് എത്തിയത്. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം, ഞാൻ നിന്നെയാണ് ട്രൂ ആയി ലവ് ചെയ്യുന്നത്, നീ ആര് പറയുന്നതും വിശ്വസിക്കരുത്. ഇതേ സമയം തന്നെ അവൻ ഹീറോയിന്റെ അടുത്ത് നിൽക്കുന്ന കണ്ട ഹീറോ ആവട്ടെ ഉടനടി തന്നെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് അവനോടൊപ്പം മറ്റൊരു സിറ്റിയിലേക്ക് പോയിരുന്നപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ, അവളുടെ പേര് ലീലി എന്നാണ്. ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോ തന്നെയാണ് ഈ പെൺകുട്ടിയെ ഹീറോയിനെയും അവളുടെ ബോയ് ഫ്രണ്ടിനെയും പിരിക്കാനായി ഏർപ്പാടാക്കിയിരുന്നത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം തന്നെ ആ പെൺകുട്ടി അവിടേക്ക് എത്തി. വാ നമുക്ക് പോകാം, ഞാനിപ്പോൾ പ്രഗ്നന്റ് ആയിരിക്കുകയാണ്, നീ ഇവളുമായിട്ട് ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതും കൂടെ കേട്ടപ്പോൾ ഹീറോയിന് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്. തന്റെ മുമ്പിൽ കണ്ടുപോരെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ ബോയ് ഫ്രണ്ട് അവളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം, ഇത് ആക്സിഡന്റ് ആയി സംഭവിച്ചു പോയതാണ്, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാനും ഇതുപോലെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയിട്ട് ആക്സിഡന്റ് ആയി സംഭവിച്ചതാണെന്ന് പറഞ്ഞാൽ നീ എന്നെ വീണ്ടും സ്നേഹിക്കുകയും ഭാര്യയാക്കാൻ തീരുമാനിക്കുകയും ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, നീ മറ്റൊരുത്തിയെ സ്നേഹിക്കുകയും അവളോടൊപ്പം പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ഒരിക്കലും എന്നെ സ്നേഹിച്ചിട്ടില്ലെന്നാണ് അർത്ഥമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവന്റെ കാരണത്തൊരടിയും കൊടുക്കുന്നുണ്ട്. ഇനിയും അവനോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ അവിടുന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്ലിപ്പായി വീഴാൻ തുടങ്ങുന്നു. ഇതേസമയം ഹീറോ അവളെ താങ്ങി പിടിക്കുന്നുണ്ട്. ഈ കാഴ്ച കണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിന് വല്ലാതെ ദേഷ്യമാവുന്നുണ്ട്. ഓ, പണക്കാരന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ എന്നെ വലിച്ചെറിഞ്ഞിട്ട് പോയി എന്നൊക്കെ വളരെ മോശകരമായ രീതിയിൽ തന്നെ ഹീറോയിനെ അപമാനിച്ചവൻ സംസാരിക്കുന്നു. ഹീറോ ഉടനടി തന്നെ പറയുന്നുണ്ട്, നീ തെറ്റ് ചെയ്തിട്ട് നീ ഹീറോയിന്റെ പേരിൽ തെറ്റാരോപിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾ തമ്മിൽ ഇതുവരെയും ഒരു റിലേഷൻഷിപ്പിലായിട്ടില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അതിനുശേഷം ബോയ് ഫ്രണ്ടിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഹീറോയിനെ എടുത്തുകൊണ്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഓഫീസിലേക്ക് എത്തിയ ഹീറോ ആവട്ടെ അസിസ്റ്റന്റിനെ വിളിപ്പിച്ച് ബോയ് ഫ്രണ്ടിന്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ ലീലി, അവളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ തിരക്കുന്നുണ്ട്. ഹീറോ തന്നെയാണല്ലോ അവളെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. തന്റെ വഴിയിലെ തടസ്സം ഏതായാലും നീങ്ങിപ്പോയല്ലോ എന്ന് ഓർത്ത് ഹീറോ വല്ലാതെ സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ അച്ഛന് തീരെ സുഖമില്ല, ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നും പറഞ്ഞ് അവളുടെ അമ്മ വിളിക്കുന്നുണ്ട്. അവൾ ഉടനടി തന്നെ വർക്കൊക്കെ ഉപേക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അർജന്റായി തന്നെ സർജറി ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് അമ്മ അവളോട് പറയുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാതെ അവളും വല്ലാതെ പരിഭ്രാന്തയാവുന്നുണ്ട്. എന്നിരുന്നാലും മെഡിക്കൽ എക്സ്പെൻസിനായി പണം വേണമെന്ന് പറഞ്ഞ് അവള് ഹീറോയെ വിളിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഹീറോ ഒരു പാർട്ടിയിൽ വെച്ച് അൺലിമിറ്റഡ് ബാങ്ക് കാർഡ് അവൾക്ക് നൽകിയിരുന്നല്ലോ, അതിൽ നിന്ന് ആവശ്യമായ പണം എടുത്തോളാൻ തന്നെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിനും ആ പണം യൂസ് ചെയ്ത് അച്ഛന്റെ സർജറി നടത്തുന്നുണ്ട്. അങ്ങനെ അവളുടെ അച്ഛൻ പെട്ടെന്ന് തന്നെ റിക്കവറായി വരുന്നുണ്ട്.
അവളുടെ അച്ഛനും അമ്മയൊക്കെ വളരെ സന്തോഷവാനും സന്തോഷവതിയുമായിരുന്നു. കാരണം തന്റെ മകൾ എത്ര കാര്യപ്രാപ്തിയോടെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് ഓർത്തിട്ട്. ഇതേ സമയം തന്നെ ഹീറോ അവിടേക്ക് ഒരു ബൊക്കയുമായി വരുന്നുണ്ട്. അയ്യോ, ഇവൻ എന്തിനാ ഇവിടെ വന്നേന്ന് ഓർത്തുകൊണ്ട് ഹീറോയിൻ പരിഭ്രാന്തിയോടെ തന്നെ അവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. നീ എന്തിനാ ഇവിടെ വന്നേന്ന് ഹീറോയിൻ അവന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, ഞാൻ നിന്റെ ബോസ് അല്ലേ, നിന്റെ അച്ഛന് വയ്യാതെ കിടക്കിയ ഞാൻ വന്ന് കാണുന്നത് കൊണ്ട് എന്താ പ്രശ്നമെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. ഹീറോ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു. ഹീറോയിന്റെ അമ്മയുടെ പക്കല് കുറച്ച് പണം കൊടുക്കുകയും ബൊക്കയൊക്കെ അവൻ കൊടുത്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. പണത്തിന്റെ കവർ അവളുടെ അമ്മ തുറന്നു നോക്കുമ്പോൾ അതിൽ നിറയെ പണമുണ്ടായിരുന്നു. അത് കണ്ട് അവരവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നതിനോടൊപ്പം തന്നെ അവളുടെ അച്ഛനോട് ചോദിക്കുന്നുമുണ്ട്, ആ യുവാവിനെ കണ്ടാല് ചെൻ ഫാമിലിയിലെ മൂത്ത മകനെ പോലെ ഇല്ലേ എന്ന്. പിന്നെ അവർ ഉടനടി പറയുകയും ചെയ്യുന്നുണ്ട്, എന്നിരുന്നാലും ആ പയ്യൻ പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് എന്തായാലും ആ പയ്യൻ ആയിരിക്കില്ല എന്ന്. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ ഹീറോയിൻ തിരക്കുന്നുണ്ട്, എന്തിനാണ് തന്റെ അച്ഛനെ കാണാൻ ഇവിടേക്ക് വന്നേ എന്ന്. ഞാൻ നിന്റെ ബോസ് അല്ലേ, അത് മാത്രമല്ല നിന്നെ എനിക്ക് ഇഷ്ടവുമാണ്, നിന്റെ അച്ഛനമ്മമാർ എന്റെ അച്ഛനും അമ്മയല്ലേ എന്ന് ഹീറോ പറയുമ്പോൾ, അതിന് ഞാൻ നിങ്ങളുടെ ഇഷ്ടത്തോട് അനുയോജ്യമായ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകുന്നു. നൈറ്റ് ആയപ്പോഴേക്കും ഹീറോയിൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. അവൾ വളരെ സമാധാനത്തോടെയാണ് അവിടേക്ക് വന്നത്. അവളെ വെയിറ്റ് ചെയ്ത് ഹീറോ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് തന്റെ മനസ്സൊന്ന് ശാന്തമായി എന്ന് പറഞ്ഞ് അവൾ അവിടെ സമാധാനത്തോടെ ഇരിക്കുന്നുണ്ട്. മുടി എന്തിനാ ഇങ്ങനെ അഴിച്ചിട്ടേക്കെന്ന് ചോദിച്ച് ഹീറോ ആവട്ടെ അവളുടെ ഒരു ഹെയർ ബാൻഡ് അവന്റെ കയ്യിലുണ്ടായിരുന്നല്ലോ, അത് വെച്ച് അവളുടെ മുടി കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ ഹെയർ ബാൻഡ് എവിടെ നിന്നാണെന്ന് അവൾ ചോദിക്കുമ്പോൾ അത് അവളുടെ തന്നെയാണെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൾക്കൊരു വല്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിലും ഹീറോ പിന്നാലെ ചെന്ന് പിന്നിൽ നിന്ന് ഹഗ് ചെയ്തിട്ട്, ഇപ്പോഴും എന്റെ മനസ്സിലും നീയുണ്ട്, നിന്റെ മനസ്സിലും ഞാനില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ആകട്ടെ എന്ത് പറയണമെന്നറിയാതെ ആകെ കുഴപ്പത്തിലാവുന്നു. അതിനുശേഷം ഹീറോ ആവട്ടെ അവളെ കിസ് ചെയ്യുന്നുണ്ട്. ഹീറോയിനെ എതിർക്കുമെന്ന് കരുതിയെങ്കിലും അവളിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായില്ല. അന്നൊരു രാത്രി അവര് ഒരുമിച്ച് ചെലവഴിക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അവളുടെ ബോയ് ഫ്രണ്ട് കോൾ ചെയ്യുന്നുണ്ട്. ഹീറോ ആവട്ടെ ലൗഡ് സ്പീക്കർ ഇട്ട് അവരുടെ സംസാരമൊക്കെ അവന് കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ ബോയ് ഫ്രണ്ട് ആവട്ടെ അവരുടെ വീടിന് മുമ്പിൽ തന്നെ എന്നാണ് കോൾ ചെയ്തുകൊണ്ടിരുന്നത്. അവർ റൊമാൻറ്റിക്കായി സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ട് അവൻ ഹൃദയം തകർന്ന് തന്നെ നിലത്തേക്ക് ഇരിക്കുന്നു. പിറ്റേ ദിവസം അവളുടെ അച്ഛനെ കാണാനായി അവൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവളുടെ ബോയ് ഫ്രണ്ട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിൽ നിങ്ങൾ രണ്ടുപേരും എന്താ ചെയ്തു കൂട്ടിയത്? എനിക്കെല്ലാം അറിയാം, ഇനിയെങ്കിലും സത്യം പറ എന്ന് പറയുമ്പോൾ, ഞാൻ നിന്നോട് എന്തെങ്കിലും കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയതല്ലേ എന്നൊക്കെ അവള് പറയുമ്പോൾ, നീ ഒരു കാര്യം ഓർത്തോ, നീ അന്ന് അയച്ചെന്ന ആ കോൺട്രാക്റ്റിന്റെ പേർപ്പസ് ഞാൻ ഇപ്പോഴാണ് നോക്കിയത്. അത് വെറും ഒരു കോൺട്രാക്റ്റ് അല്ല, 10 വർഷത്തേക്ക് നിന്നെ ലോക്ക് ചെയ്യാനുള്ള കോൺട്രാക്റ്റ് ആണ്. നിന്നെ എന്നെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ആ പെൺകുട്ടിയുണ്ടല്ലോ ലീലി, അവളെ പോലും അവനാണ് എൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. നമ്മളെ രണ്ടുപേരെയും പിരിക്കാൻ അവൻ നിന്നെ ട്രാപ്പ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ഹീറോയിൻ വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. ഉടനടി തന്നെ അവൾ വീട്ടിലേക്ക് വന്ന് ആ കോൺട്രാക്ട് പേപ്പേഴ്സ് ഒക്കെ എടുത്തു നോക്കുന്നു. ഇതേ സമയം തന്നെ ഹീറോ അവിടേക്ക് വരുന്നുണ്ട്. ഈ കോൺട്രാക്റ്റിലുള്ള കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് ഹീറോയിൻ അവനോട് തിരക്കുന്നുണ്ട്. എന്താ നീ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ഹീറോ പറയുന്നുണ്ട്. ഈ കോൺട്രാക്ട് തയ്യാറാക്കിയ വ്യക്തിക്ക് ഇനി കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞു തരണോ എന്ന് ഹീറോയിൻ തിരക്കുന്നുണ്ട്. അപ്പോൾ നീയും എന്നെ ചതിക്കുകയായിരുന്നല്ലേ, എന്തിനാ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇത്രയും നാള് നിങ്ങളെയൊക്കെ വിശ്വസിച്ചതിന് നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നല്ലോ. 10 വർഷത്തെ ഒരു കോൺട്രാക്ട് വെച്ച് എന്നെ നിങ്ങളോടൊപ്പം നിർത്താൻ നിങ്ങൾ ശ്രമിച്ചു. അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ എന്നെ എന്റെ ബോയ് ഫ്രണ്ടിൽ നിന്ന് പിരിച്ചു. അവനും എന്നെ ചതിച്ചു, നിങ്ങളും എന്നെ ചതിച്ചു. ഈ ലോകത്തിൽ ജീവിക്കുന്നത് തന്നെ എനിക്കിപ്പോൾ തീരെ ഇഷ്ടമല്ല. എല്ലാവരും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ പറ്റിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ഹീറോ ആവട്ടെ നീ ഒന്ന് സമാധാനപ്പെട് എന്ന് പറഞ്ഞ കോൺട്രാക്റ്റിനെ പറ്റി സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിലും ഹീറോയിൻ തടയുന്നുണ്ട്. എനിക്കിനി നിങ്ങൾ പറയുന്ന യാതൊരു കാര്യവും കേൾക്കണ്ട, നമ്മൾ തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. എനിക്കിനി സമാധാനം മാത്രമാണ് ആവശ്യം. ദയവ് ചെയ്ത് എന്റെ പിന്നാലെ ഫോളോ ചെയ്ത് വരരുതെന്ന് പറഞ്ഞ് ഹീറോയിൻ അവളുടെ നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലെ ഹീറോയിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു മുത്തശ്ശിയുണ്ട്. അവരുടെ വീട്ടിലേക്കാണ് അവൾ പോയത്. അവിടെയാണ് അവൾ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പോൾ ചെന്ന് ഒരുപാട് ഹെൽപ്പ് ഈ മുത്തശ്ശിക്ക് ചെയ്തിട്ടുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട് ഹീറോയിന്റെ അടുത്ത്, ആ ചെന്ന് എത്ര നല്ലവനാണെന്ന് അറിയാമോ? അവനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവൻ മരിച്ചിട്ടില്ല എന്ന് മാത്രം എനിക്കറിയാം. ഇപ്പോഴും ഈ ഗ്രാമത്തിന് വേണ്ടി അവൻ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. മുത്തശ്ശി പറഞ്ഞപ്പോൾ മാത്രമാണ് ഹീറോയിനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. ചെൻ വന്നാൽ നല്ലതായിരിക്കും. ചെറുപ്പകാലത്ത് ചെൻ എപ്പോഴും തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഹീറോയിനും ഓർക്കുന്നുണ്ട്. പിന്നീട് ഹീറോയെയാണ് കാണിക്കുന്നത്. അവൻ വല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടിരുന്നു. ഒരുപാട് ബിസിനസിന്റെ തിരക്കുകൾ ഉണ്ടായിട്ട് പോലും അതെല്ലാം ക്യാൻസൽ ചെയ്ത് അവൻ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഹീറോയിന് വേണ്ടി തയ്യാറാക്കിയ കോൺട്രാക്ട് പേപ്പേഴ്സ് ഒക്കെ അവൻ കത്തിച്ചു കളയുകയും അതോടൊപ്പം തന്നെ ഗ്രാമത്തിലെ മലനിരകളിലേക്ക് പോയാലോ എന്നവൻ ആലോചിക്കുകയും ചെയ്യുന്നു. പണം കൊണ്ടെല്ലാം സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് അവൻ കരുതിയിരുന്നത്. പക്ഷേ ഹീറോയിൻ പോയതിനു ശേഷമാണ് യഥാർത്ഥ ലവ് എന്താണെന്ന് അവൻ തിരിച്ചറിയുന്നത്. ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവനോടൊരു വാക്ക് പറഞ്ഞിരുന്നു, നിനക്ക് യഥാർത്ഥ പ്രണയം എന്താണെന്ന് അറിയില്ല എന്നും. യഥാർത്ഥ പ്രണയത്തിന്റെ വിശദീകരണം എന്താണെന്ന് ആദ്യം നീ മനസ്സിലാക്കുക. അവന്റെ അടുത്ത് നിന്ന് എന്നെ നീ പിരിക്കാൻ ശ്രമിച്ചത് തെറ്റ് തന്നെയാണ്. നന്നായി ഒന്ന് ആലോചിച്ച് നോക്ക്. പ്രണയവും ഇഷ്ടവും എന്നൊക്കെ പറയുന്നത് തന്നെത്താനെ വരേണ്ട ഒരു ഫീലിംഗ് ആണ്.
അല്ലാതെ ഒരാളുടെ മേലിൽ സമ്മർദ്ദം കൊടുത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമല്ല. ഞാൻ നിന്റെ അടുത്ത് വന്നത് അവൻ എന്നെ വിട്ടിട്ട് പോയത് കൊണ്ടുമല്ല, നിന്റെ അടുത്ത് സത്യസന്ധമായി സ്നേഹിക്കാൻ ഒരു മനസ്സ് നിനക്കുണ്ടെന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ അതും വെറും ഒരു കള്ളത്തരം മാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥമായ സ്നേഹം എന്താണെന്ന് നീ മനസ്സിലാക്കിയിട്ട് വാ, അപ്പോൾ ഞാൻ നിന്നെ അംഗീകരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഹീറോയിൻ അവിടെ നിന്ന് പോയത്. ഹീറോയിൻ പറഞ്ഞ ഓരോ വാക്കുകളും അവന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് അവന്റെ ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിച്ചു. പിന്നീട് ഹീറോയിനെ കാണിക്കുന്നുണ്ട്. അവള് മുത്തശ്ശിക്ക് ഒരുപാട് ഹെൽപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ പറിച്ചുകൊണ്ട് വരാനായി അവള് ഒരു ചെറിയ കൂടയുമായി അവിടെ നിന്ന് പോകുന്നു. ഇവിടെയെല്ലാം കാണുമ്പോൾ വളരെയധികം സന്തോഷവും മൈൻഡ് വല്ലാതെ റിലാക്സ് ആവുമെന്ന് പറഞ്ഞ് അവള് മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ പറിക്കുന്ന സമയത്ത് സ്ലിപ്പായി വീഴാൻ പോകുന്നുണ്ട്. ഒരു കൈ അവളെ വീഴാതെ താങ്ങി നിർത്തുന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഹീറോ ആയിരുന്നു അത്. നിങ്ങളോട് ഇവിടേക്ക് വരാതെന്ന് പറഞ്ഞതല്ലേ, എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് ചോദിക്കുമ്പോൾ നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നേ എന്ന് ഹീറോ പറയുന്നുണ്ട്. എന്നെ കാണാനോ? ആ കോൺട്രാക്ട് വെച്ച് എന്നെ ട്രാപ്പ് ചെയ്യാനാണോ ഉദ്ദേശമെന്ന് അവള് ചോദിക്കുന്നുണ്ട്. ആ കോൺട്രാക്ട് ഞാൻ എപ്പോഴേ കത്തിച്ചു കളഞ്ഞു. നിന്നോട് ആ വിവരം ഞാൻ അന്ന് പറയാൻ തുടങ്ങിയതാണെങ്കിലും നീ അതിന് അനുവദിച്ചില്ല എന്നൊക്കെ ഹീറോ അവളുടെ അടുത്ത് പറയുന്നുണ്ട്. നീ ഇത്രയും നാളെ നല്ല രീതിക്ക് തന്നെയാണ് നിന്റെ വർക്കും പഠിത്തവും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതാണ് എനിക്ക് മുഖ്യം. ആ കോൺട്രാക്ട് ഞാൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന് അവൻ വീണ്ടും അവളോട് പറയുന്നു. ഷെൻ, നീ ഇപ്പോഴെങ്കിലും വന്നോ എന്ന് മുത്തശ്ശി ഈ സമയം അവിടെ വന്ന് വിളിച്ചു ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയിന് മനസ്സിലാവുന്നത് ചെറുപ്പകാലത്ത് അവളെ രക്ഷിച്ചതും അവളുടെ അയൽവാസിയുമായിരുന്ന ആ പയ്യൻ തന്നെയായിരുന്നു ഹീറോ എന്ന്. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. മുത്തശ്ശി ഇടയ്ക്കൊന്ന് മാറിപ്പോയ സമയത്ത് ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഈ സത്യത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് തന്നോട് പറയാതിരുന്നേന്ന്. എനിക്ക് നിന്നോട് പറയണമെന്ന് ഇതുവരെയും തോന്നിയിരുന്നില്ല. ഇത്രയും നാളും പണമുണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. എന്നാൽ പണം കൊണ്ട് സ്നേഹം വാങ്ങിക്കാൻ പറ്റില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. നീ എന്നെ വിട്ടുപോയപ്പോഴാണ് യഥാർത്ഥ പ്രണയം എന്താണെന്ന് ഞാൻ അറിയുന്നത്. എൻ്റെ അമ്മ ഇവിടെ ഈ ഗ്രാമത്തിൽ താമസിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വിട്ടു പോയത്. അച്ഛനും അമ്മയും സഹോദരനും ഇല്ലാത്ത ഈ ഗ്രാമത്തിൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കാൻ സാധിക്കില്ലായിരുന്നു. നീ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് യഥാർത്ഥ പ്രണയം എന്താണെന്ന് ഞാൻ അറിയുന്നത്. ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. പക്ഷേ അത് ലവ് ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെയും നിന്നെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളിലെ പ്രണയം തോന്നി. നീ എപ്പോഴും എൻ്റെ കൂടെ കാണണമെന്ന് കരുതി ഞാനൊരു തെറ്റായ തീരുമാനമെടുത്തു. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഇപ്പോഴാണ് യഥാർത്ഥ പ്രണയം എന്തെന്ന് ഞാൻ അറിയുന്നത്. നിന്നോടൊപ്പം ജീവിതകാലം മുഴുവൻ ജീവിക്കണമെന്നാണ് ആഗ്രഹമെന്നും ഹീറോ ഫീൽ ചെയ്ത് പറയുമ്പോൾ ഹീറോയിൻ ആവട്ടെ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ടുപോയി അവന് ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്. ഹീറോയിന് ചെറിയൊരു ദേഷ്യം ഹീറോയോട് ഉണ്ടെങ്കിലും പഴയിലും തീവ്രമായി തന്നെ അവളെ ഹീറോയെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഹീറോ അവളോട് പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവളെ വിട്ടുപോകില്ല എന്നും അവളെ വിഷമിപ്പിക്കില്ല എന്നും കള്ളം പറയില്ല എന്നും ജീവിതകാലം മുഴുവൻ അവളോടൊപ്പം കാണുമെന്നുമൊക്കെ. അവരിരുവരും ഹാപ്പിയായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോ വളർന്നതിന് ശേഷം ഗ്രാമീണരാരും അവനെ കണ്ടിട്ടില്ലല്ലോ. അവൻ ഒരുപാട് സംഭാവനകൾ ഗ്രാമത്തിന് നൽകിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവന് വേണ്ടിയിട്ട് ഗ്രാമീണരെല്ലാം ഒരു അവാർഡ് നൽകാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു പരിപാടി ഏർപ്പാടാക്കുന്നു. ഗ്രാമീണരെല്ലാം ഹീറോയെ കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട്, നിങ്ങളെ ഇനി കാണാൻ സാധിക്കില്ലെന്നാണ് കരുതിയിരുന്നത്. ചെൻ ഫാമിലിയിലുള്ളവരെല്ലാം മരണപ്പെട്ടതിന് ശേഷം നിങ്ങൾ ഈ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലല്ലോ. ഒരുപാട് സംഭാവനകൾ നിങ്ങൾ ഈ ഗ്രാമത്തിന് വേണ്ടി നൽകിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഹീറോ അടുത്തവർ നന്ദി പറയുന്നുണ്ട്. ഹീറോ അവരുടെ അടുത്ത് എല്ലാവരോടുമായി പറയുന്നുണ്ട്, എന്റെ അമ്മയുടെ ആഗ്രഹം ഇവിടെ കഴിയണമെന്നായിരുന്നു. അമ്മയുടെ അവസാന കാലഘട്ടത്തിൽ പോലും എനിക്ക് അമ്മയോടൊപ്പം ഇരിക്കാൻ സാധിച്ചില്ല. എന്റെ അമ്മ ആഗ്രഹിച്ച ഈ ഗ്രാമത്തിൽ തന്നെയാണ് ഇനി ഞാനും താമസിക്കാൻ പോകുന്നതെന്ന് ഹീറോ പറയുമ്പോൾ, ഇത് വളരെ നല്ല തീരുമാനമാണ്. എനിക്ക് നന്നായി ഇഷ്ടമായി. ജനിച്ചു വളർന്ന മണ്ണിൽ തന്നെ ജീവിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. നമുക്ക് ഷെൻഹായി വേണ്ട, ഇവിടെ തന്നെ ഇനിയുള്ള കാലം കഴിച്ചു കൂട്ടാമെന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് ബിസിനസ് മുഴുവൻ ക്ലോസ് ചെയ്തിട്ട് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹീറോ വളരെ ഹാപ്പിയായി തന്നെ ഹീറോയിനെ ഹഗ് ചെയ്യുന്നിടത്ത് നമ്മുടെ ഡ്രാമ അവസാനിച്ചിരിക്കുകയാണ്. ഡ്രാമയിലെ കുറച്ച് കൂട്ടുകാർ എന്നോട് പേര് പറയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹായ് അഭിഷേക, ആദിത്യ, ആവണി, ഐറു, മിൻഫ, അതുല്യ, മെഹറിൻ, അംന, അനുശ്രീ, റിഫാന, ഷഹാല, അമാന, ഷഫ. നിങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡ്രാമ കണ്ടാൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കാനും മറക്കണ്ട. ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മുടെ ചാനലിൽ തന്നെ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാം പേജിന്റെയും ലിങ്ക് നൽകിയിട്ടുണ്ട്. എല്ലാവരും അതിൽ കൂടെ ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യണേ. ഹോസ്പിറ്റൽ കേസ് കാരണമാണ് ഇത്രയും ഡ്രാമാസ് ഒക്കെ ഡിലേ ആയി പോയത്. ഇനി മുതൽ കണ്ടിന്യൂസ് ആയി ചെയ്യാൻ ശ്രമിക്കാട്ടോ. ഡ്രാമയിലെ പേര് പറയാൻ ആവശ്യപ്പെട്ട ഏതെങ്കിലും കൂട്ടുകാരുടെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പേരൊന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. നെക്സ്റ്റ് ഡ്രാമയിൽ ഞാൻ തീർച്ചയായും പറയുന്നതായിരിക്കും. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.